ഇന്ത്യയിൽ വർഗീയ കലാപങ്ങൾ ഭയന്നുകൊണ്ട് ആളുകൾ ഒളിച്ചോടുന്ന അല്ലെങ്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു സമയമാണെന്ന് എല്ലാവർക്കും അറിയാം. ഞാൻ ഈ രാജ്യത്തില്ലായിരുന്നെങ്കിലും വാർത്തകൾ കേട്ടും കണ്ടും കൊണ്ടിരുന്നതിനകത്തുനിന്ന് അത്രയൊക്കെ എനിക്ക് മനസ്സിലായി. രണ്ടായാലും കലാപമുള്ള ഒരു കാലങ്ങളിലൂടെ നമ്മൾ പോകുമെന്നും പക്ഷെ അന്ന് ദൈവത്തിൻ്റെ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ ദൈവസഭയ്ക്കുണ്ടായിരിക്കുമെന്നും ഒരു ദൈവിക ആലോചനയും അരുളപ്പാടും ചില വർഷങ്ങൾക്ക് മുന്നമേ മുതൽ ആവർത്തിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ ആവർത്തിച്ച് പറയാം. വ്യക്തിപരമായി എന്നോട് പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിലൂടെ ഇടപെടുമ്പോൾ ഈ പട്ടണത്തിൽ, ബാംഗ്ലൂർ പട്ടണത്തിൽ കലാപങ്ങൾ, കൂട്ടലഹളകൾ, കൂട്ടപാലായനങ്ങൾ ഉണ്ടാകുമെന്നും മുക്കിന് രക്തച്ചൊരിച്ചിലോ സ്ഫോടനങ്ങളോ ഉണ്ടാകാൻ സാധ്യതയല്ല ഉണ്ടാകുമെന്നും ഇതൊന്നും സഭയ്ക്ക് ദോഷം വരുത്തുകയില്ല, ഒരു പ്രൊട്ടക്ഷൻ കർത്താവ് തരുമെന്നും പരിശുദ്ധാത്മാവ് നേരത്തെ അറിയിച്ചിട്ടുണ്ട്. ഈ ദിവസങ്ങൾ ബുദ്ധിമുട്ടുള്ള ദിവസങ്ങളാണ്. ഇത് ലജ്ജയും ശാസനയുമുള്ള ദിവസങ്ങളാണ്, കഷ്ടവും പ്രയാസവുമുള്ള ദിവസങ്ങളാണ്. പക്ഷെ ഇവിടെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ തൃക്കരം നമ്മെ പരിപാലിക്കുവാൻ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ചില വർഷങ്ങൾക്ക് മുന്നമേ, മേ ബി 2 വർഷത്തിന് മുന്നമേ, ഈ സ്റ്റേജിൽ വെച്ച് ഒരിക്കൽ പാസ്റ്റർ ജോൺസൺ പറഞ്ഞ ഒരു മെസ്സേജിനകത്ത് പറഞ്ഞതും ഞാൻ ഒരുപാട് ആവർത്തി ഇവിടെയും പലയിടത്തും എടുത്തു പറഞ്ഞിട്ടുള്ളതുമായ ഒന്നാ കാര്യം. ആദ്യമായിരുന്നു ആ ഒരു തോട്ട് എൻ്റെ അകത്ത് വന്നത്. തീയുടെ ബലം കെടുത്തുന്നതും തീ കെടുത്തുന്നതും രണ്ടും രണ്ടാ. തീ കെടുത്തുക എന്നത് പലരെ കൊണ്ടും സാധിച്ചിട്ടുണ്ട്. പക്ഷെ തീയുടെ ബലം കെടുത്തുവാൻ ശദ്രക്, മേശക്, അബേദ്നെഗോ എന്ന 3 പേർക്കേ കഴിഞ്ഞിട്ടുള്ളൂ. സിംഹത്തെ കൊന്നുകളയുന്നതും സിംഹത്തിന്റെ വായടയ്ക്കുന്നതും രണ്ടും രണ്ടാ. സിംഹത്തെ കൊന്നവരനേകരുണ്ടെങ്കിലും ദാനിയേലിന് മാത്രമേ സിംഹത്തിന്റെ വായടപ്പിക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. നാം പ്രതികൂലത്തിന്റെ നടുവിൽ ഇറങ്ങി വരുമ്പോൾ പ്രതികൂലത്തിന്റെ തീ കെടുത്തു, അതിന്റെ ബലം കെടുത്തുന്ന ഒരു ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. അപകടങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ പട്ടണത്തിൽ, പ്രശ്നങ്ങൾ കൊണ്ട് നിറഞ്ഞ ഈ കാലഘട്ടത്തിൽ ഇറങ്ങിപ്പോകുന്ന ദൈവമക്കൾ സുരക്ഷിതരായിരിക്കാൻ അവരുടെ സുരക്ഷിതത്വത്തെ നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് സഭയായി ഒന്നുകൂടെ പ്രാർത്ഥിക്കാം. ദൈവം ഈ പട്ടണത്തിന് വിടുതൽ തരട്ടെ, തീയുടെ ബലം കടട്ടെ, ശത്രുവിന്റെ സ്ഥലം മാറട്ടെ, തകർന്നു മാറട്ടെ. ദൈവം തന്റെ സഭയെ വിടുവിക്കട്ടെ, ദൈവം നമ്മെ ആശീർവദിക്കട്ടെ. കണ്ണുകളടയ്ക്കാം, നമുക്ക് ഒരു പ്രാവശ്യം കൂടെ പ്രാർത്ഥിക്കാം. കർത്താവേ, സഭയായി ഞങ്ങൾ ഈ ആവശ്യം ദൈവകരങ്ങളിൽ തരുന്നു. ഭയത്തിലും ഭയവിഹ്വലതയിലും കഴിയുന്ന വ്യക്തിത്വങ്ങളുണ്ട്. ഒരു ദൈവിക കാവൽ ഞങ്ങൾക്ക് വേണ്ടി തരണമേ. ഞങ്ങൾ കേവലം ബാംഗ്ലൂർ പട്ടണത്തിന് വേണ്ടി മാത്രമല്ല, പ്രതിസന്ധികളുടെ നടുവിലായി വ്യത്യസ്ത ഇടങ്ങളിൽ ഞങ്ങളെ കാണുന്നവർ, കേൾക്കുന്നവർ, ഞങ്ങളോടൊപ്പം ആരാധിക്കുന്നവരെ ഒക്കെ ദൈവത്തിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഉയർത്തുകയാണ്. എല്ലാ ഇടത്തും വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ വലിപ്പം, ഹല്ലേലൂയ, വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും മീതെ ദൈവമായവൻ, അവയുടെ മീതെ ജയത്തിന്റെ ഉത്സവം കൊണ്ടാടിയവൻ, അങ്ങയുടെ ജനത്തെ തൃക്കരങ്ങളിൽ പരിപാലിക്കുന്നവൻ, ഇന്ന് ഞങ്ങളെ പരിപാലിക്കുവാൻ, തീയുടെ ബലം കെടുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. സിംഹങ്ങളുടെ വായ അടയുവാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നു. ഒരു ദൈവിക പരിപാലനം ദൈവസഭയിൽ വരണമേ. തിരിച്ചറിയുന്ന ജനം സഭയ്ക്കൊരു മുതൽക്കൂട്ടാകുവാൻ ഇതിന്റെ വളർച്ചയും ഞങ്ങൾ ദൈവകരങ്ങളിൽ തരുന്നു. അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന് നന്ദിയോടെ സ്തോത്രം. ചില മിനിറ്റുകൾ ദൈവത്തിൻ്റെ പാദത്തിലായിരിക്കാം. എനിക്ക് തോന്നുന്നു ഞാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ സഞ്ചരിച്ച കൂട്ടത്തിൽ കൂടുതലും വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് യേശുവിനെ കുറിച്ച് വിളിച്ചു പറയുവാൻ കർത്താവ് എനിക്ക് കൃപ തന്നു. അതിപ്രധാനമായും വരുവാനുള്ള ആസന്ന ഭാവിയെ കുറിക്കുന്ന 2 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, പിന്നെ അതിൻ്റെ 5, 7 ഈ വാക്യങ്ങളൊക്കെയും എടുത്തുകൊണ്ടിരുന്നു. നമുക്കിന്ന് അതേ വാക്യം ഒന്ന് വായിച്ച്, ഇവിടെ ഞാൻ പറഞ്ഞിട്ടുള്ള വിഷയങ്ങൾ ഇതിനകത്ത് കാണും, പുതിയ വിഷയങ്ങളിലേക്ക് അല്ലെങ്കിൽ ഒരു അടുത്ത ഡയമെൻഷനിലേക്ക് കയറുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദയവായിട്ട് പത്രോസിന്റെ 2-ാം ലേഖനം 3-ാം അധ്യായം 13-ാം വാക്യം വായിച്ചാട്ടെ. എന്നാൽ നാം അവന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. ദൈവത്തിന്റെ, യേശുവിന്റെ വാഗ്ദത്തപ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായി നാം കാത്തിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വളരെ വിശുദ്ധിയോടുകൂടെ തങ്ങളുടെ ജീവിതം നയിച്ചുകൊണ്ട് യേശുവിന്റെ മടങ്ങിവരവിനെ പ്രത്യാശയോടിരിക്കുന്ന ഒരു വിഭാഗം വിശുദ്ധന്മാർക്ക് വേണ്ടി എഴുതിയ ലേഖനമാണിത്. ഇത്തരം വിശുദ്ധന്മാർ എല്ലാ കാലഘട്ടങ്ങളിലും ഉണ്ട്. ഇനി 5 മുതൽ 7 വരെയുള്ള വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതേ അധ്യായത്തിന്റെ 5 മുതൽ 7 വരെ. ആകാശവും വെള്ളത്തിൽ നിന്നും വെള്ളത്താലും ഉളവായ ഭൂമിയും പണ്ട് ദൈവത്തിന്റെ വചനത്താൽ ഉണ്ടായിരുന്നു. അതിനാൽ അന്നുള്ള ലോകം ജലപ്രളയത്തിൽ മുങ്ങി നശിച്ചുവെന്നും ഇപ്പോഴത്തെ ആകാശവും ഭൂമിയും അതേ വചനത്താൽ തീക്കായി സൂക്ഷിച്ചു. ന്യായവിധിയും ഭക്തികെട്ട മനുഷ്യരുടെ നാശവും സംഭവിക്കാനുള്ള ദിവസത്തേക്ക് കാത്തുമിരിക്കുന്നുവെന്നും അവർ മനസ്സോടെ മറന്നു കളയുന്നു. സാധാരണക്കാരായ ആളുകളെ കുറിച്ച് വിശുദ്ധ
പറഞ്ഞു, അവർ വില്ലിംഗ്ലി ഇഗ്നറന്റ് ഓഫ് സർട്ടൻ തിങ്, മനഃപൂർവ്വം ചില കാര്യങ്ങളെക്കുറിച്ച് അവർ മറന്നു കളയുക. മനഃപൂർവ്വം ചിലതിനെക്കുറിച്ച് മറന്നു. ഒന്ന്, പഴയ ഭൂമി ന്യായവിധിയിൽ അകപ്പെട്ടെന്നും ലൂസിഫർ ഭരിച്ചിരുന്ന, ലൂസിഫറിന്റെ കാലത്ത് ഇവിടെ ഉണ്ടായിരുന്ന ആ പഴയ ഭൂമി നശിച്ചുവെന്നും. രണ്ട്, ഇന്ന് ആദാമ്യപാപത്താൽ വഷളായ ഈ ഭൂമി അതിൻ്റെ മൂലപദാർത്ഥങ്ങൾ വെന്തഴിയുമാറ് തീക്കായി സൂക്ഷിച്ചിരിക്കുന്നുവെന്നും അന്ന് ഭക്തികെട്ട മനുഷ്യരുടെ ന്യായവിധിയും നാശവും ഉണ്ടാകുമെന്നും അവർ മനസ്സോടെ മറന്നുകളയുന്നു. ഇത് ഓർത്തോണ്ട് നടന്ന് മനസ്സ് പുണ്ണാക്കാതെ അതിനെ അങ്ങ് മറന്ന് തൽക്കാല സുഖങ്ങളിലേക്ക് അവരിറങ്ങുന്നു. പക്ഷെ വിശുദ്ധിയിൽ ഇന്നും ജീവിതം സൂക്ഷിക്കുന്ന നാം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരിക്കുന്നു. ഇതാണ് ഈ വാക്യങ്ങളുടെ സമ്മറി. യൂദായുടെ ലേഖനത്തിൻ്റെ അത് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നമേ യൂദായുടെ ലേഖനത്തിൻ്റെ ഒരു വിശദീകരണമാണ് സത്യത്തിൽ പത്രോസിൻ്റെ രണ്ടാമത്തെ ലേഖനം. യൂദായുടെ ലേഖനത്തിലെ ഓരോ വാക്യങ്ങളും പത്രോസിൻ്റെ രണ്ടാം ലേഖനം അല്പം കൂടെ വിശദമായി എടുക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാം രത്നച്ചുരുക്കം, നീതി വസിക്കുന്ന പുതിയ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുന്നവരായ നാം അധികം ജീവിത ഭക്തിയും വിശുദ്ധിയും സൂക്ഷിച്ച് ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നുവെങ്കിൽ നിശ്ചയം 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 നാം ഈ ആ പുതുവാന ഭൂമികളിൽ വസിക്കും എന്നതാണ് അക്കാര്യം ഉറപ്പിച്ചുകൊണ്ട് കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരത്തെക്കുറിച്ച് പറഞ്ഞ ഭാഗം മുതൽ ചിന്തിക്കുവാനായി ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. എനിക്കറിയാം ഒരല്പം കൂടുതൽ സമയം പതിവിനേക്കാൾ ഇന്നെൻ്റെ മുമ്പിലുണ്ട്. ആ സമയം അങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ കർത്താവിൽ താല്പര്യപ്പെട്ടുകൊണ്ടാണ് ഒരു ബൈബിൾ സ്റ്റഡി സെക്ഷനായി വേർതിരിക്കാഞ്ഞത്. എൻ്റെ ആരോഗ്യവും നിശ്ചയമായിട്ടും ഉണ്ട്. എനിക്ക് തോന്നുന്നു യാത്ര ചെയ്തിരുന്ന സമയങ്ങളിൽ കൃപയാല പ്രശ്നം ഉണ്ടായില്ല. ഞാൻ ഇവിടുന്ന് യൂറോപ്പിലെത്തിയപ്പോഴേ സമ്മർ പ്രതീക്ഷിച്ചാണ് ഞാൻ പോയത്. അതുകൊണ്ട് വിൻ്ററിൻ്റെ ഡ്രസ്സ് ഞാൻ എടുത്തിരുന്നില്ല, സമ്മർ ഡ്രസ്സിങ് ആണ് എടുത്തിരുന്നത്. ചെന്നപ്പോൾ 13 ഡിഗ്രി സെൻറ്റിഗ്രേഡേ ഉള്ളായിരുന്നു നട്ടുച്ചയ്ക്ക്. ഇപ്രാവശ്യം ആരംഭ ദിവസങ്ങളിൽ അവിടെ സമ്മർ ഇല്ലായിരുന്നു. അതുകൊണ്ട് രാത്രികളൊക്കെ ആവശ്യത്തിന് തണുപ്പുണ്ടായിരുന്നു. ഞാൻ ഇങ്ങോട്ട് പോരുമ്പോഴത്തേക്ക് ലണ്ടനിൽ കുറച്ചുകൂടെയൊക്കെ ചൂടായെന്ന് പറഞ്ഞാലും എത്ര 22 മേളിലോട്ട് വന്നില്ല. അവിടുന്ന് ഞാൻ വന്ന് നേരെ കുവൈറ്റിലോട്ടാണ് ഇറങ്ങിയത്. കുവൈറ്റ് വന്ന് ഇറങ്ങുമ്പം രാത്രി 2 മണി കഴിഞ്ഞിരുന്നു. പക്ഷേ രാത്രി 2 കഴിഞ്ഞാലും പൊന്നെ പൊള്ളാതെ വീട്ടിലെത്തി കിട്ടിയാൽ മതി എന്നൊരു ധാരണയിലായിപ്പോയി. അതുപോലെ 56 ഒക്കെ പോയി അവിടുത്തെ ടെമ്പറേച്ചർ. വ്യത്യസ്ത വെതറുകളും എല്ലാം ഒരുപാടുണ്ട്. സാധാരണ രാത്രികളിൽ മീറ്റിംഗ് കഴിഞ്ഞ് ദൂരെ യാത്ര ചെയ്ത് ഇനി വരുമ്പോഴത്തേക്ക് ഉദ്ദേശം 1:30 മണി 2 മണി ഒക്കെ ആയിരുന്നു രാത്രികളിൽ. രാവിലെ എഴുന്നേറ്റ് പോവുകയും ചെയ്യും. ഇതെല്ലാം ഉള്ളത് കൊണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ ആരോഗ്യവും കൂടെ കണക്കിലെടുത്തുകൊണ്ട് പ്രാരംഭത്തിങ്കൽ വന്ന ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചില്ല, ഒരാളിൻ്റെ ഒഴിച്ചാൽ. കുഞ്ഞുങ്ങളോട് ഉൾപ്പെടെ ഞാൻ പറഞ്ഞു, ദയവ് ചെയ്ത് സഭായോഗം കഴിഞ്ഞു പോകാൻ ഉള്ള ആരോഗ്യം ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് എല്ലാവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ എന്ന് പറഞ്ഞു. ഉള്ള സമയം അത്രയും പ്രയോജനപ്പെടുത്താം. ഒടുവിൽ ഞാൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടിയും സമയമെടുക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മാനസാന്തരപ്പെടുന്നത് മുതൽ നമ്മെ റിസ്റ്റോർ ചെയ്യുന്ന കാര്യത്തിലൂടെ നമുക്ക് നീതി വസിക്കുന്ന പുതിയ ആകാശവും പുതിയ ഭൂമിയും തരുന്നത് വരെ ഒരു വൻകാല പദ്ധതി പ്ലാൻ ചെയ്തു. ദൈവത്തിൻ്റെ പദ്ധതികൾ ചെറുതല്ല, ദൈവത്തിൻ്റെ പദ്ധതികൾ വലുതാണ്. സ്കൂളിൽ പോകാൻ മടി കാണിക്കുന്ന കുഞ്ഞിനെ നിർബന്ധിച്ച് സ്കൂളിലേക്ക് വിടുന്നത് അന്ന് ഒരു നല്ല മാർക്ക് കൊണ്ടുവരുമെന്ന ചിന്തയിലല്ല, ഇവനൊരു ഭാവി ഉണ്ടാകും എന്ന ചിന്തയിലാണ്. ഇന്ന് രാവിലെ സ്കൂളിൽ പോകുവാൻ മടി കാണിക്കുന്ന ഒരു കുഞ്ഞ് ഇന്നത്തെ കാര്യം മാത്രം ആലോചിക്കുമ്പോൾ, രാവിലെ ഉറക്കം തെളിഞ്ഞിട്ടില്ല, എനിക്ക് ഇച്ചിരൂടെ ഉറങ്ങണം എന്ന് ചിന്തിക്കുന്ന കുഞ്ഞ്, ഇന്ന് സ്കൂളിൽ പോകണ്ട ഉറങ്ങണം എന്ന് ചിന്തിക്കുന്ന കുഞ്ഞ് അടുത്ത 1 മണിക്കൂറിൻ്റെ കാര്യം മാത്രം കണക്കിലാക്കുമ്പോൾ അതിൻ്റെ മാതാപിതാക്കൾ വരാനുള്ള 50 60 വർഷം ഈ കുഞ്ഞ് യോഗ്യമായി പോകേണ്ടതിന് ഇപ്പോഴത്തേക്കുള്ള ഈ കഷ്ടം സാരമില്ല എന്ന് വെച്ച്, തിരുവചന ഭാഷയിൽ നൊടി നേരത്തേക്കുള്ള ലഘുവായ സങ്കടം സാരമില്ല എന്ന് വെച്ച് നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ലക്ഷം വർഷങ്ങൾ അങ്ങനെ കണക്ക് പറഞ്ഞ് തീർക്കാൻ ഒക്കത്തില്ല. എനിക്ക് മനസ്സിലാകുന്ന ഒരു കണക്ക് ചുമ്മാ അങ്ങ് പറഞ്ഞതാ. അവസാനിക്കാത്ത യുഗങ്ങൾ അവിടെ പാർപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തീരുമാനിച്ചു. അതിനാവശ്യമുള്ള പടികളിലൂടെ നമ്മെ നടത്തുവാൻ ഓരോ ദിവസവും രാവിലെ കുഞ്ഞിനെ ഉണർത്തി മുഖം കഴുകിച്ച് പല്ല് തേപ്പിച്ച് സ്കൂളിലെ പറഞ്ഞയക്കുന്നത് പോലെ ഓരോ ദിവസവും നമ്മെ ഉത്തേജിപ്പിച്ച് ഉണർത്തുവാൻ ഈ ഭൂമിയിൽ സഭ മുഖേന ദൈവം ചെയ്തു വരുന്ന ഈ പദവിക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഒരിക്കൽ ധനവാന്റെയും ലാസറിന്റെയും ഒരു ഉപമ പറഞ്ഞു. ഞാനതിൻ്റെ വാക്യങ്ങളൊന്നും എടുക്കുന്നില്ല, വായിക്കുന്നില്ല, അങ്ങനെ അങ്ങോട്ട് പോയ സമയം തികയത്തില്ല. അതുകൊണ്ടാണ് ധനവാന്റെയും ലാസറിന്റെയും ഒരു ഉപമ പറഞ്ഞു. ആ ഉപമയിൽ യേശു ഇങ്ങനെ പറഞ്ഞു, ലാസർ എന്ന് പേരുള്ള ഒരു മനുഷ്യനുണ്ടായിരുന്നു.
അവനെ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞവനായിരുന്നു. നായ്ക്കളും വന്ന് അവന്റെ വ്രണങ്ങൾ നക്കി തുടയ്ക്കുമായിരുന്നു. അങ്ങനത്തെ ഒരുത്തനായിരുന്നു അവന്. പട്ടി നക്കുന്ന വ്രണമുള്ളവൻ എന്നൊരുപാട് പ്രാവശ്യം ഞാൻ അദ്ദേഹത്തെ ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. ഞാൻ കേട്ട വാചകങ്ങൾ ആവർത്തിച്ചതാ. ആ മനുഷ്യൻ താൻ ജീവനോടിരുന്ന കാലം അതേ നാട്ടിൽ തന്നെ ധനികനായ ഒരു നല്ല മനുഷ്യനുണ്ടായിരുന്നു. ധനികനായ ഒരു നല്ല മനുഷ്യൻ. അവൻ ദിവസം തോറും പട്ടും ആഡംബര വസ്ത്രങ്ങളും അണിഞ്ഞുകൊണ്ട് ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നു. പക്ഷെ അതൊരു പാപമല്ല. ഉള്ളവൻ നന്നായി ജീവിക്കണം, അതിനുവേണ്ടി ദൈവം കൊടുത്തത്. അവൻ അങ്ങനെ ജീവിച്ചു വരുന്നു. അവൻ ഒത്തിരി നന്മകളുള്ളവനായിരുന്നു ആ മനുഷ്യൻ. ആ ധനവാന്റെ നന്മകൾ ഡയറക്റ്റായി ബൈബിൾ എഴുതുന്നില്ലെങ്കിലും നമുക്ക് പലതും കാണാനുണ്ട്. ഒന്ന്, ഈ പട്ടി നക്കുന്ന വ്രണമുണ്ടായിരുന്ന മനുഷ്യനെ സ്വന്തം പടിപ്പുരയ്ക്കൽ കയറ്റി കിടത്തി ദിവസം തോറും അവൻ ആവശ്യമുള്ള ആഹാരം ഇദ്ദേഹത്തിന്റെ മേശയിൽ നിന്ന് അവന് കൊടുത്തു. വേദപുസ്തകം എഴുതിയിരിക്കുന്നത് ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ കൊണ്ട് തന്റെ വയറ് നിറയ്ക്കുവാൻ ഈ ലാസർ എന്ന ദരിദ്രൻ ആഗ്രഹിച്ചിരുന്നു. ഒരു ദിവസം ലാസർ മരിച്ചു, തീർന്നു. ദൂതന്മാർ അവനെ അബ്രഹാമിന്റെ മടിയിലേക്ക് കൊണ്ടുപോയി. അടുത്ത പദം, ധനവാനും മരിച്ചു, അടക്കപ്പെട്ടു. നരകത്തിൽ യാതന അനുഭവിക്കുമ്പോൾ ഈ ധനവാൻ നരകത്തിലേക്കാണ് പോയത്. യാതന അനുഭവിക്കുമ്പോൾ മുകളിലേക്ക് നോക്കി അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെയും ലാസറിന്റെ ആശ്വസിപ്പിക്കപ്പെടുന്ന വിധങ്ങളെയും അദ്ദേഹം കണ്ടു. അവനെ ആ ജ്വാലയിൽ കിടന്ന്, ആ ടോർമെന്റിംഗ് പ്ലേസ്, ആ തീയെരിയുന്ന നരകത്തിൽ കിടന്നുകൊണ്ട് അവൻ അബ്രഹാം പിതാവിനോടൊരു പ്രാർത്ഥന നടത്തി. അബ്രഹാം പിതാവേ, ലാസറിനെ ദയവായി ഇവിടേക്കൊന്ന് അയക്കണമേ. അവൻ അവിടെ സുഖിച്ചിരിക്കുകയാണല്ലോ. ഇവിടെ തന്നെ ഞാന് ഈ ജ്വാലയിൽ കിടന്ന് ദഹിക്കുന്നു. അവന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ തണുപ്പിക്കേണ്ടതിന് അവനെ എന്റെ അടുക്കലേക്ക് അയക്കണമേ എന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞത് നടക്കുന്ന കാര്യമല്ല. ഞങ്ങൾക്കും നിങ്ങൾക്കും ഇടയിലായി ഒരു വിടവ് നിർമ്മിച്ചു വെച്ചിരിക്കുന്നു, സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നു. ഒരിക്കൽ ഇവിടെ വന്ന ഒരാളിന് തിരിച്ച് നിങ്ങളുടെ അടുക്കൽ എത്തുവാൻ സാധ്യമല്ല, അതുകൊണ്ട് മിണ്ടണ്ട എന്ന് പറഞ്ഞു. ഈ ധനികൻ വീണ്ടും പറഞ്ഞു, അങ്ങനല്ല അബ്രഹാം പിതാവേ, ഒരുപക്ഷെ അവനെ ഇങ്ങോട്ട് വിടുന്നില്ലെങ്കിൽ അവനെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് ഒന്ന് വിടണം. എൻ്റെ അപ്പൻ്റെ വീട്ടിൽ എനിക്ക് 5 സഹോദരന്മാർ ചാകാതെ മിച്ചമുണ്ട്. ഈ ലാസർ അവിടെ ചെന്നൊരു സാക്ഷി പറഞ്ഞാൽ അവരൊക്കെ മാനസാന്തരപ്പെടുമെന്ന് പറഞ്ഞു. അബ്രഹാം പറഞ്ഞ ആവശ്യമില്ല, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അതനുസരിച്ചാൽ മതി. ഈ ധനികൻ വിട്ടില്ല. എഴുത്ത് പിന്നെയും വാദിച്ചു, ഇല്ല കർത്താവേ, അബ്രഹാമേ, മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ എഴുന്നേറ്റ് എന്ന് സാക്ഷി പറഞ്ഞാൽ അവരെല്ലാം കൂട്ടമായി വിശ്വസിക്കും, അതുകൊണ്ട് ലാസറിനെ അയക്കണം. അബ്രഹാം പിതാവ് പറഞ്ഞു നിർത്തി, സാധ്യമല്ല, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ട്, അവരുടെ വാക്ക് കേട്ടാൽ മതി. അത് കേട്ടില്ലെങ്കിൽ മരിച്ചവരിൽ നിന്ന് ഒരുത്തൻ ചെന്നാലും വിശ്വസിക്കത്തില്ല. മരണാനന്തര ജീവിതത്തിലേക്ക് ഡയറക്റ്റായി വെളിച്ചം വീശിക്കൊണ്ട് നമ്മുടെ യേശു കൽപ്പിച്ചരുളിയ ചില വാക്കുകളിലാണ് ഞാൻ പോയത്. എന്തിനാ ഞാൻ അവിടെ പോയത്? നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും കൊണ്ടുവരുവാൻ ദൈവത്തിനൊരു പ്രോസസ് ഉണ്ട്. അതിൻ്റെ പടികളുടെ ഒരാരംഭം കുറിക്കേണ്ടതിനാണ് ഞാൻ അവിടെ പോയത്. എന്തോ ഇന്ന് രാവിലെ ആ ഭാഗം ഒന്ന് തൊടുവാൻ, അല്ലെങ്കിൽ രക്ഷയെ കുറിക്കുന്ന സന്ദേശത്തിൻ്റെ ഒരു ഭാഗം ഇവിടെ വെക്കുവാൻ ദൈവാത്മാവ് ആവശ്യപ്പെട്ടു. ഇന്ന് ആരോടോ ദൈവത്തിന് ഇടപെടാനുണ്ട്, അതുകൊണ്ട് തന്നെ അത് പറഞ്ഞത്. ഞങ്ങളുടെ ഇവിടെ ഓൺലൈനിൽ അറ്റൻഡ് ചെയ്യുന്നവരും ദയവായി ശ്രദ്ധിക്കൂ. നമ്മിൽ ആരോടോ ദൈവത്തിന് ഇടപെടാനുണ്ട്, ആരോടൊക്കെയോ ദൈവത്തിന് ഇടപെടാനുണ്ട്. ഈ ധനികനായിരുന്ന മനുഷ്യന്റെ ചില നന്മകൾ ഞാൻ ആദ്യം തൊടാൻ പോവുക പറഞ്ഞ കഥയിൽ നിന്ന്. ഒന്ന്, അവൻ ആഡംബരത്തോടെ സുഖിച്ചുകൊണ്ടിരുന്നെങ്കിലും സാധുജനങ്ങളെ സ്നേഹിക്കുന്നവനായിരുന്നു. ഇല്ലെങ്കിൽ പട്ടി നക്കുന്ന വ്രണമുള്ള ലാസർ എന്നൊരുത്തനെ തൻ്റെ പടിപ്പുരയ്ക്കൽ കയറ്റി കിടത്തത്തില്ല. എൻ്റെ അയലോകത്ത് കിടക്കുന്ന എനിക്ക് ഇഷ്ടമല്ല, മുറ്റത്ത് വരാൻ സമ്മതിക്കത്തില്ല. അങ്ങനെ ഒരുത്തനെ പടിപ്പുരയ്ക്കൽ താമസിപ്പിച്ചിരുന്നു എന്നത് ആ ധനികന്റെ നന്മയാണ്, അവൻ്റെ സാധുജനങ്ങളോടുള്ള സ്നേഹമാണ്. 2, അവൻ നരകത്തിലാണ് ചെന്നതെങ്കിലും മേളിലോട്ട് നോക്കുന്നൊരു സ്വഭാവം ഉണ്ടായിരുന്നു. മേളിലോട്ട് നോക്കി അബ്രഹാമിനെ കണ്ടു. അവൻ നരകത്തിൽ ചെന്നിട്ടും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. പ്രാർത്ഥനാ സ്വഭാവമുള്ളവർക്ക് അത് മറക്കാനൊക്കത്തില്ല. ചിലർ സ്വപ്നം കണ്ടാലും പ്രാർത്ഥിക്കുന്ന സ്വപ്നം കാണുന്നത്, ചിലർ സ്വപ്നം കാണുന്നത് വഴക്കിടുന്നതാ, വേറെ ചിലർ സ്വപ്നം കാണുന്നത് ദോഷപ്രവൃത്തിയാ, ഇവൻ സ്വപ്നം കാണുന്നത് സ്വർഗമാണ്. ഇവൻ നരകത്തിൽ ചെന്നിട്ടും പ്രാർത്ഥിക്കുന്നവനായിരുന്നു. ആരോട് പ്രാർത്ഥിക്കണമെന്നൊന്നും അറിയാൻ വയ്യ, അതുകൊണ്ട് അബ്രഹാമിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ പ്രാർത്ഥിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. 3, അവൻ അബ്രഹാമിനോട് പറഞ്ഞു, ലാസറിനെ ഇങ്ങോട്ടൊന്ന് വിടണം. ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി തന്നാൽ എൻ്റെ നാവ് തണുപ്പിച്ചോളാം. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ ഓർപ്പിക്കാറുണ്ട്, പട്ടി നക്കുന്ന വ്രണവുമായി എൻ്റെ പടിപ്പുരയ്ക്കൽ കിടന്ന ഒരുത്തൻ്റെ കൈ കൊണ്ട് തൊട്ട വെള്ളം ഞാൻ പിന്നെ കുടിക്കത്തില്ല. കാര്യം അതെനിക്ക് എനിക്കത് ഇഷ്ടപ്പെടത്തില്ല. പക്ഷെ ഇവന്റെ പ്രത്യേകത, ലാസറിന്റെ കൈയുടെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി ഇങ്ങോട്ടയച്ചാൽ ഞാൻ നക്കി കുടിച്ചോളാം എന്ന് പറഞ്ഞ അഹങ്കാരം എന്ന് പറയുന്ന ഒന്നിവനില്ല.
നാലാമത്തെ ഇവന്റെ പ്രത്യേകത, ലാസറിനെ ഇങ്ങോട്ട് അയക്കാൻ പറ്റത്തില്ലെങ്കിൽ എൻ്റെ അപ്പൻ്റെ വീട്ടിലോട്ട് അയക്കണേ. സഹോദരന്മാരെ കുറിച്ച് ഇവൻ കൺസേൺഡ് ആണ്. ഞാൻ എപ്പോഴും ഇത് പറയുമ്പോൾ ഓർപ്പിക്കാറുണ്ട്, എനിക്ക് 10,000 രൂപ ശമ്പളമുള്ള കാലത്ത് എൻ്റെ അനിയനോ ചേട്ടനോ 20,000 രൂപ ശമ്പളം വാങ്ങിക്കുമെന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മനപ്രയാസമായിരിക്കും. പക്ഷെ ഈ ധനികനായ മനുഷ്യൻ പറഞ്ഞു, ഞാൻ നരകത്തിൽ കിടന്നാലും എൻ്റെ സഹോദരങ്ങൾ സ്വർഗത്തിൽ പോട്ടെ, അവനെ അസൂയ എന്ന് പറയുന്ന ശല്യമില്ലാത്തവനാ. 5, ലാസറിനെ എൻ്റെ വീട്ടിലേക്ക് അയച്ചാൽ എൻ്റെ വീട്ടിൽ പ്രാർത്ഥനായോഗം നടക്കുന്ന മീറ്റിംഗാ, അവിടെ സാക്ഷി പറയാൻ അവസരം കിട്ടും എന്ന് പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ പ്രാർത്ഥന നടത്തുന്ന പുള്ളിയാണ് ഇവന്. ഇവന്റെ സഹോദരന്മാർ അവിടെ ഉണ്ട്, അവരുടെ വീട്ടിൽ ആരാധനയും പ്രാർത്ഥനയും ഉള്ള വീടാ. ചുമ്മാ ചൊല്ലി നിർത്തുകയല്ല, സാക്ഷി പറയുന്ന ഇടമാ, സാക്ഷിയോഗം നടത്തുന്ന സ്ഥലമാണത്. ചെല്ലുന്നവർക്ക് സാക്ഷി പറയാൻ സമയവും കിട്ടും. സ്പെഷ്യലി ഞാൻ എടുത്തു പറഞ്ഞ 6ാമത്തെ ഗുണം, പട്ടി നക്കുന്ന വ്രണമുണ്ടായിരുന്നവൻ ചത്തേച്ച് തിരിച്ചെഴുന്നേറ്റ് ചെന്നാലും സാക്ഷി പറയിപ്പിക്കുന്ന വീടാത് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ഒന്നും നോക്കാതെ ആളുകളെ മാനിക്കുന്ന വീടാത്. 7ാമത്തെ കാര്യം, ഇവൻ ഒരു പ്രാവശ്യം അബ്രഹാമിനോട് പ്രാർത്ഥിച്ച് പരാജയപ്പെട്ടു. വീണ്ടും അവൻ ഇൻസിസ്റ്റ് ചെയ്യാണ്, പ്രാർത്ഥന വീരനായി ഇവൻ. 6-7 ഗുണങ്ങൾ ഇവനുണ്ട്. എന്നിട്ട് ഇവൻ ചെന്ന് കിടക്കുന്നത് ശുദ്ധ യാതനാ സ്ഥലത്താണ്. എന്തായിരിക്കും ഇവൻ യാതനാ സ്ഥലത്ത് ചെന്ന് കിടക്കുവാൻ കാരണം? വേദപുസ്തകത്തിലെ 2 പ്രസ്താവനകൾ അതിനുണ്ട്. 1, അവൻ പറഞ്ഞു, എൻ്റെ സഹോദരന്മാർ ഇവിടെ വരാതെ വണ്ണം അവർ മാനസാന്തരപ്പെടും. മാനസാന്തരം ഇല്ലാത്ത ഒരു വ്യക്തിത്വം നരകത്തിലാണ് പോകുന്നതെന്നും മാനസാന്തരപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ നിത്യത ഉള്ളൂ എന്നും മനസ്സിലാക്കുവാൻ കഴിയും. മാനസാന്തരം എന്നാൽ എന്താണ്? എൻ്റെ ജീവിതത്തിൽ വന്നുപോയ തെറ്റ് കണ്ട് അനുതപിച്ചുണർന്ന് ഇനി ഒരിക്കലും അതിൽ തുടരുവാനല്ല, പകരം അതിൽ നിന്ന് എന്നേക്കും ഒരു വിമോചനം നേടുവാൻ ജീവിതത്തിൽ എടുക്കുന്ന തീരുമാനത്തെയാണ് പ്രധാനമായ അർത്ഥത്തിൽ മാനസാന്തരം എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പദം ആവർത്തിക്കാം. എൻ്റെ ജീവിതത്തിൽ വന്നുപോയ ബലഹീനത കണ്ട് മനസ്സിലാക്കി അതിൽ നിന്ന് ഉണർന്ന് തിരിച്ചെഴുന്നേറ്റ് സ്ഥിരമായി ഒരു കറക്ഷൻ എൻ്റെ ജീവിതത്തിൽ വരുത്തി ഇനി പഴയത് ആവർത്തിക്കാതെ പോകുകയാണ് മാനസാന്തരം എന്ന് പറയുന്നത്. ആരും കാണാതെ ഒതുക്കി വെക്കാമെന്നോ വന്നുപോയത് കൊണ്ട് ഇതിൽ തുടരാമെന്നോ പറയുന്നതല്ല. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം വന്നുപോയതിൽ വ്യത്യാസം വരുത്തിക്കൊണ്ട് ജീവിതത്തെ ദൈവസന്നിധിയിൽ പുതുതായി പ്രതിഷ്ഠിക്കുകയും പുതിയ ജീവിതത്തിൽ നടക്കുകയും ചെയ്യുന്നതിനെയാണ് മാനസാന്തരം എന്ന് വിളിക്കുന്നത്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ യേശു പറയുന്ന ഒരു പ്രസ്താവന ശ്രദ്ധിക്കാം. മത്തായി 3:2, സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ എന്ന് പറഞ്ഞു. കർത്താവായ യേശു ക്രിസ്തുവിന്റെ വാഗൊണ്ട് അരുളി ചെയ്തിരിക്കുന്ന ഒരു പദമാണ് മത്തായി 3:2 നാം വായിക്കുന്നത്. യേശുവിന്റെ മുന്നമേ വഴിയൊരുക്കേണ്ടതിന് വേണ്ടി സ്നാപക യോഹന്നാനെ പറഞ്ഞയച്ചു. സ്നാപക യോഹന്നാൻ ഇവിടെ വന്ന് പറഞ്ഞു തുടങ്ങിയ പദം മാനസാന്തരത്തെ കുറിച്ചായിരുന്നു. ആരോടാണ് അദ്ദേഹം പ്രസംഗിച്ചു കൊണ്ടിരുന്നത്? മതഭക്തിയുള്ള യഹൂദനോടാണ് പ്രസംഗിച്ചത്. പരീശനും ന്യായശാസ്ത്രിയും എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ തോന്നും പരീശൻ എന്ന് പറഞ്ഞാൽ പാപി എന്നാണ് ആ വാക്കിന്റെ അർത്ഥമെന്ന്. അല്ല, ആ വാക്കിന്റെ അർത്ഥം വിശുദ്ധ ജീവിതം ചെയ്യുന്നവനെന്നാ. യേശുവിന്റെ കാലത്ത് ജീവനോടിരുന്ന കുറെ പരീശന്മാർ അവർ പുറമേ മാത്രം ഭക്തിയുടെ വേഷം ധരിച്ചുകൊണ്ട് അവരുടെ ആകമേ ഉള്ള ജീവിതം പൊള്ളയായി പോയി. അവരെ നോക്കിക്കൊണ്ട് പ്രവാചകന്മാർ പറഞ്ഞു, നീയൊക്കെ കിടന്നുറങ്ങുന്ന മുറികളുടെ ഉത്തരങ്ങൾ നിനക്കെതിരെ സാക്ഷി പറയുവാൻ അവസാന ദിവസം എഴുന്നേറ്റ് വരും. നിന്റെ ജീവിതം പെശകിലാണ്. പുറമേ നീ ഇത് കാണുമ്പോൾ നല്ലവനായി തോന്നിയാലും നിന്റെ വ്യക്തിത്വം തകർന്നതാണ് എന്ന് വിളിച്ചു പറയുവാൻ ഇടയായി. പുറമേ ഭക്തിയുടെ വേഷം ധരിച്ചും അകത്ത് വ്യക്തിത്വം തകർന്നു വിരിക്കുന്നതിനെയാണ് അവിടെ കപടഭക്തി എന്ന് എടുത്തു പറയുന്നത്. അങ്ങനെയുള്ളവരോട് പ്രസംഗിക്കുവാൻ വേണ്ടിയാണ് സ്നാപക യോഹന്നാനെ ദൈവം അയച്ചത്. സ്നാപക യോഹന്നാൻ വന്ന് വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ നിങ്ങൾ മാനസാന്തരപ്പെടണം. യോഹന്നാനെ അറസ്റ്റ് ചെയ്തു. യോഹന്നാനെ അറസ്റ്റ് ചെയ്തതോടെ യേശു തന്റെ 12 ശിഷ്യന്മാരോട് പറഞ്ഞു, ഒരുത്തനെ അറസ്റ്റ് ചെയ്ത് അകത്തിട്ടാൽ ഇറങ്ങ്, നിങ്ങൾ 12 പേര് നിങ്ങൾ പോയി പറ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. അതിനെ തുടർന്നാണ് യേശുവിന് അറിവ് കിട്ടുന്നത്. യോഹന്നാന്റെ തല വെട്ടിക്കളഞ്ഞു, യോഹന്നാനെ ശിരച്ഛേദനം ചെയ്യിച്ചു. യോഹന്നാനെ ശിരച്ഛേദനം ചെയ്ത അന്ന് യേശുവിന്റെ വാഗൊണ്ട് യേശു വിളിച്ചു പറഞ്ഞു, സ്വർഗരാജ്യം സമീപിച്ചിരിക്കയാൽ മാനസാന്തരപ്പെടുവീൻ. ഒരുവനെ പിടിച്ചു കെട്ടിയാൽ നിൽക്കാത്ത പദമാണ് മാനസാന്തരം. ഉപദേശി എന്നോട് പല പ്രാവശ്യം മാനസാന്തരപ്പെടാൻ ആവശ്യപ്പെട്ടതല്ലേ, എന്തിനാ ഇതിവിടെ ആവർത്തിക്കുന്നത്? ഇതാണോ പ്രസംഗമെന്ന് ചോദിച്ചാൽ താങ്കൾ മാനസാന്തരപ്പെടാത്തത് കൊണ്ട് വീണ്ടും പറയുന്നത് ദൈവത്തിന്റെ കരുണയാ. വി എ തോമസ് അവർ ജീവനോടിരുന്ന കാലം പറഞ്ഞുകൊണ്ടിരുന്ന ഒരു പ്രസ്താവന ഞാൻ ആവർത്തിക്കട്ടെ. മാനസാന്തരപ്പെട്ടു എന്ന് പറയുന്നവർ സത്യമായി മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ മാനസാന്തരപ്പെടുവാൻ ഈ രാജ്യത്ത് ബാക്കിയുള്ളവർ ഇതിനോടകം മാനസാന്തരപ്പെട്ടേനെ.
ഞാൻ ഒരു പ്രാവശ്യം കൂടി ആ വാചകം ആവർത്തിക്കാം. മാനസാന്തരപ്പെട്ടു എന്ന് അവകാശം പറയുന്ന നാം സത്യമായി മാനസാന്തരപ്പെട്ടിരുന്നെങ്കിൽ മാനസാന്തരപ്പെടേണ്ടിയിരിക്കുന്ന ഈ രാജ്യത്തുള്ള ആളുകൾ പണ്ടേ മാനസാന്തരപ്പെട്ടേനെ. ഇന്ന് നമ്മുടെ ജീവിതത്തിന്റെ കുറവുകളിലേക്ക് ഇറങ്ങി കർത്താവേ ഞാൻ വീണിരിക്കുന്നു, ഞാൻ മാനസാന്തരത്തിന് ആഗ്രഹിക്കുന്നു, എനിക്ക് കൃപ തരണമെന്ന് പറയുമോ? കൃപ തരുന്നവനായ ഒരു ദൈവമുണ്ട്. എസെക്കിയേൽ പ്രവചനം 18:30-31 വാക്യങ്ങൾ ദയവായി വായിക്കാം. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. ഇത് പഴയ നിയമത്തിലെ ന്യായവിധിയാണ് പറയുന്നത്. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ആ ഭാഗം മറിക്കരുത്. ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കും എന്ന് മറക്കരുത്. കേവലം പഴയ നിയമത്തിന്റെ ഉപദേശം മാത്രമാണോ ഇത്? അല്ലേ അല്ല. പുതിയ നിയമം വിളിച്ചു പറഞ്ഞു അവനവന്റെ പ്രവൃത്തികൾക്ക് അടുത്ത ന്യായവിധി ഉണ്ടായി. എന്റെ പ്രവൃത്തി എന്താണ്, അതിനടുത്തതായിരിക്കും ന്യായവിധി. മറക്കരുത്. ഇസ്രായേൽ ഗൃഹമേ, ആ ഭാഗത്തേക്ക് മടങ്ങി വരികയാ. നിങ്ങൾ എന്തിനാണ് നശിക്കുന്നത്? നിങ്ങൾ അവനവന്റെ വഴികളെ കുറിച്ച് അനുദപിക്കുക. ഒന്നുകൂടെ വായിച്ചാട്ടെ പ്ലീസ്. അതുകൊണ്ട് ഇസ്രായേൽ ഗൃഹമേ, ഞാൻ നിങ്ങളിൽ ഓരോരുത്തരും അവനവന്റെ വഴിക്ക് തക്കവണ്ണം ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. അവനവന്റെ വഴിക്ക് തക്കവണ്ണം എന്ന് പറഞ്ഞാൽ അവനവന്റെ നടപ്പിന് തക്കവണ്ണം, പ്രവൃത്തികൾക്ക് തക്കവണ്ണം എന്ന ആശയമാണ്. അവനവൻ നടക്കുന്ന വഴിയാണ് അവനവൻ തിരഞ്ഞെടുക്കുന്നത്. മറക്കരുത കാര്യം. പണ്ടൊരിക്കലും നമ്മുടെ സ്റ്റേജിൽ ഇതുപോലെ വിതയ്ക്കുന്നവന് വിത്ത് നൽകുന്ന ദൈവമെന്നൊരു പദമെടുത്തത് ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. കടുക് വിതയ്ക്കുന്നവന് കടുകിന്റെ വിത്താ കൊടുക്കുന്നത്, നെല്ല് വിതയ്ക്കുന്നവന് നെല്ലിന്റെ വിത്താ കൊടുക്കുന്നത്, കോതമ്പ് വിതയ്ക്കുന്നവന് കോതമ്പിന്റെ വിത്താ കൊടുക്കുന്നത്. ഞാൻ എന്ത് വിതയ്ക്കുമോ അതിന്റെ വിത്ത് ദൈവം എനിക്ക് തന്നിരിക്കും. എന്റെ ജീവിത സാഹചര്യങ്ങൾ ഇന്നതെന്ന് പറഞ്ഞാൽ അതാണ് എന്റെ ജീവിത ശൈലി. അതുകൊണ്ടാണ് ആ സാഹചര്യത്തിലായത്. ഇസ്രായേൽ ജനമേ, നിങ്ങളുടെ വഴികൾ വിടുവാൻ ആവശ്യപ്പെട്ടാൽ, നിങ്ങളുടെ നടപ്പ് മാറുവാൻ, നിങ്ങളുടെ നടപ്പ് മാറ്റുവാൻ നിങ്ങൾ ഹൃദയത്തിൽ ആഗ്രഹിച്ചാൽ നടപ്പും മാറും, വഴിയും മാറും. നിങ്ങളുടെ വഴികൾക്കൊത്തവണ്ണം ഞാൻ നിങ്ങളെ ന്യായം വിധിക്കും. വായിച്ചോ. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങൾ മനം തിരിഞ്ഞ് നിങ്ങളുടെ അതിക്രമങ്ങളൊക്കെയും വിട്ടുതിരുവിൻ. അകൃത്യം നിങ്ങൾക്ക് നാശകരമായി ഭവിക്കാതിരിക്കേണ്ടതിന് നിങ്ങളുടെ അകൃത്യം വിട്ടുകളവീൻ. ഞാൻ ആ ഭാഗത്തിന്റെ അടിയിലേക്ക് ഇറങ്ങുന്നില്ല. ചെയ്യരുതാത്തത് ചെയ്യുന്നതിനെയാണ് അകൃത്യം എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അരുതാത്തത് ചെയ്യുക. ഞാൻ ചിലത് ചെയ്യുവാൻ ബാധ്യസ്ഥനാണ്, ചിലത് ചെയ്യാതിരിക്കുവാൻ കടംപെട്ടവനാ. പക്ഷെ ചെയ്യരുതാത്തത് ഞാൻ ചെയ്തു പോയി, അതിൽ തുടരുക എന്നല്ല, അതിൽ തുടർന്നുകൊണ്ട് ക്ഷമ ചോദിക്കുക എന്നല്ല, അതിനെ കുളിച്ച ശേഷം വീണ്ടും ചെളിയിൽ ഉരുളുവാൻ ഉദ്ദേശിക്കുന്ന പന്നി എന്നും സ്വന്തം ഛർദ്ദിക്ക് വേണ്ടി തിരികെ പോകുന്ന നായെന്നുമാണ് വിളിക്കുന്നത്. പകരം വിടുവിക്കപ്പെടുന്ന ദൈവവൈതലിനെ കുറിച്ച് അകൃത്യം വിട്ടുകളഞ്ഞ ശേഷം പുതിയ വഴിയിലേക്ക് തിരിയുക. ഇറ്റ്സ് എ റൈറ്റ് അബൌട്ട് ഇറ്റ്. വഴിയിൽ മടങ്ങി വരിക. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങളുടെ വഴിയിൽ നടന്ന വഴിയിലെ നടപ്പൊന്ന് നിർത്ത്. നിങ്ങളൊന്ന് മാനസാന്തരപ്പെട്. നിങ്ങളുടെ നാശത്തിൽ എനിക്ക് ഇഷ്ടമില്ല. അകൃത്യങ്ങളെ വിട്ടുതിരിയുക. വേണ്ട കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങളെ തന്നെ ഏൽപ്പിക്കുക. വായിച്ചു. നിങ്ങൾ ചെയ്തിരിക്കുന്ന അതിക്രമങ്ങളൊക്കെയും നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളവീൻ. നിങ്ങൾ ചെയ്തിരിക്കുന്ന അകൃത്യങ്ങൾ നിങ്ങളിൽ നിന്ന് എറിഞ്ഞു കളയുക. ഞാൻ പറഞ്ഞല്ലോ, ഈ പോർഷൻ ഇന്നിങ്ങനെ ഈ സഭയ്ക്കകത്ത് എടുക്കുവാൻ ഐ ഡോണ്ട് നോ വൈ. പക്ഷെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ എന്നോട് ആവശ്യപ്പെട്ടു. എനിക്ക് രാവിലെ ഒരു ക്ലിയർ മെസ്സേജിന്റെ ഗൈഡൻസ് കിട്ടാൻ ചില മിനിറ്റുകൾ താമസിച്ചു. എന്നാൽ പരിശുദ്ധാത്മാവിനോട് വ്യക്തമായി ഇടപെട്ടത് കൊണ്ടാണ് ഇന്ന് ഈ വിഷയങ്ങൾ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. അകൃത്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എറിഞ്ഞു കളക. തൽക്കാലത്തേക്ക് അകൃത്യം മാറ്റിവെക്കുന്നവരുണ്ട്. ഓക്കെ, ഞാൻ ഒരു മാസത്തേക്ക് ഇത് ചെയ്യത്തില്ല. ഉപവസിക്കാൻ തീരുമാനിക്കുമ്പോൾ അടുത്ത 21 ദിവസത്തേക്ക് ഞാൻ ഭക്ഷണം കഴിക്കത്തില്ല. അതിന്റെ അർത്ഥം ഞാൻ ഒരു കാലത്തും ഭക്ഷണം കഴിക്കത്തില്ലെന്നല്ല. ഈ 21 ദിവസം നോയമ്പ് നോക്കുന്നവർ പറയും 7 ദിവസം 21 ദിവസം അല്ലെങ്കിൽ 40 ദിവസം ഞാൻ വെജിറ്റേറിയൻ ആഹാരം മാത്രം കഴിക്കും, നോൺ വെജിറ്റേറിയൻ കഴിക്കത്തില്ല. അല്ലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കും. സ്ഥിരമല്ല, ഒരു കുറച്ച് നാളത്തേക്ക്. മാനസാന്തരം ചില്ലറ ദിവസങ്ങളിലേക്കല്ല. മാനസാന്തരം ഇറ്റ്സ് ഫോർ ദ ലൈഫ്. അകൃത്യം നിങ്ങളുടെ കയ്യിൽ നിന്ന് എറിഞ്ഞുകള. ആ എറിഞ്ഞുകളക എന്ന വാക്കിന്റെ ഗൗരവം, അതെന്റെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ വേറൊരു രീതിയിൽ അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ തുടങ്ങും. അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്യാതിരിക്കേണ്ടതിന് സ്ഥിരമായി അതിൽ നിന്നൊരു വേർപാട് അതെന്റെ കയ്യിൽ നിന്ന് അങ്ങ് എറിഞ്ഞു കളകയാ. ഈ സമയത്ത് പരിശുദ്ധാത്മാവ് ചില വ്യക്തികളോട് ഇടപെടുമെങ്കിൽ, നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിൽ ആ ഇടങ്ങളിൽ തീരുമാനം ഉയരുമെങ്കിൽ ദൈവം ഒരവസരം കൂടെ ദീർഘിപ്പിച്ചതാകാം. ദീർഘക്ഷമയോടെ തമ്പുരാൻ തന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുന്നതും ഇന്നുള്ള ആകാശത്തെ മാറ്റിയ ശേഷം വിശുദ്ധന്മാർക്ക് നീതി വസിക്കുന്ന പുതുവാന ഭൂമികൾ കൊടുക്കാതിരിക്കുന്നതും നമ്മിൽ ചിലരുടെ മാനസാന്തരപ്പെടുമോ എന്ന് കരുതി തമ്പുരാൻ ദീർഘക്ഷമയോടെ കാത്തിരിക്കുന്ന കാരണത്താലാണ് എന്ന് മറക്കരുത്. ഇസ്രായേൽ ഗൃഹമേ, എറിഞ്ഞു കളയേണ്ടത് എറിഞ്ഞു കളക. അടുത്തത് വായിച്ചു.
നിങ്ങൾക്ക് പുതിയൊരു ഹൃദയത്തെയും പുതിയൊരു ആത്മാവിനെയും സമ്പാദിച്ചുകൊള്ളുവിൻ. ഈ പഴയ ഹൃദയത്തിലും പഴയ ആത്മാവിലും ആ പറ്റിക്കിടക്കുന്ന കളങ്കം പറ്റിയതിനെ കളഞ്ഞാൽ തമ്പുരാൻ പറഞ്ഞ ഞാൻ വേറൊന്ന് തരാം. ഒന്ന് കളഞ്ഞാൽ ഞാൻ വേറൊന്ന് തരാം. പണ്ടൊരിക്കൽ ഇവിടെ എടുത്തപ്പോൾ ഞാൻ എടുത്ത് ഓർക്കുന്നുണ്ട്, യോശുവ മഹാപുരോഹിതന്റെ ശരീരത്തിൽ നിന്ന് മുഷിഞ്ഞ വസ്ത്രം മാറ്റിയാൽ അവനെ ഉത്സവ വസ്ത്രം ധരിപ്പിക്കാം. കർത്താവേ, ഞാനിതാ എന്നെ ക്ലിയർ ചെയ്യുന്നു. പുട്ട് ഓൺ ദി അതർ. മറ്റേതെനിക്ക് തരണമെന്ന് പറഞ്ഞാൽ തരുവാൻ ശക്തനാണ് എന്റെ ദൈവം. പക്ഷേ സമർപ്പിക്കപ്പെടുന്ന വ്യക്തികൾക്ക് മാത്രമേ ആ വ്യത്യാസം നടക്കുന്നുള്ളൂ. കണ്ടിന്യൂ. ഇസ്രായേൽ ഗൃഹമേ, നിങ്ങൾ എന്തിനു മരിക്കുന്നു? നിങ്ങൾ എന്തിനു മരിക്കുന്നു? മരിക്കുന്നവന്റെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. യഹോവയായ കർത്താവിന്റെ അരുളപ്പാടാണ്, നിങ്ങളുടെ നാശത്തിൽ എനിക്ക് ഇഷ്ടമില്ല. ഈ പോക്ക് പോയാൽ നിങ്ങൾ മരിക്കുക. അബ്രഹാമിന്റെ മക്കളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു, വാഗ്ദത്തത്തിന് അവകാശികളാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു. ശനിയാഴ്ച തോറും യാഗത്തിൽ നിങ്ങൾ ആരാധിക്കുന്നു, യാഗപീഠങ്ങളിൽ എന്നും തീ കത്തുന്നു, യാഗങ്ങൾ എന്നും നടക്കുന്നു. ഇത് പഴയ നിയമത്തിന്റെ വ്യവസ്ഥയാ. പുതിയ നിയമത്തിന്റെ ഭാഷയിൽ ആരാധനയുണ്ട്, പ്രാർത്ഥനയുണ്ട്, കയ്യടിയുണ്ട്, സ്തോത്രമുണ്ട്, തിരുവചനമുണ്ട്, വായനയുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിലും ഞാൻ ആകൃത്യത്തിൽ നടക്കുന്നുവെന്ന് മനസ്സിലാകുന്ന വ്യക്തിയെ നിങ്ങൾ എന്തിനു മരിക്കുന്നു? മടങ്ങി വരിക. നിങ്ങളുടെ മരണത്തിൽ എനിക്ക് ഇഷ്ടമില്ല, നിങ്ങൾക്കൊരു പുതിയ ഹൃദയം ഞാൻ തരാം, നിങ്ങളുടെ നടപ്പ് ഞാൻ മാറ്റിത്തരാം എന്ന് തമ്പുരാൻ ഇടപെടുകയാ. ഇന്ന് പഴയ നടപ്പിനോട് യാത്ര പറയുവാൻ തവേ എനിക്കൊരു പുതിയ ഹൃദയം തരണമേ. ഞാൻ വിതച്ചിരുന്നത് തെറ്റാണെങ്കിൽ തവേ ഇനി അഴുക്ക് വിതയ്ക്കുവാൻ ആ വഴിക്ക് പോകത്തില്ല. എൻ്റെ കയ്യിൽ പുതിയ വിത്ത് തരണമേ, അത് വിതയ്ക്കുവാൻ എനിക്ക് കൃപ തരണമേ. എന്റെ നടപ്പ് തെറ്റായിരുന്നെങ്കിൽ ആ വഴിയിൽ നിന്ന് ഞാനിതാ സത്യമായി മാറുന്നു. ഇന്ന് എന്നെ ഒരു പുതിയ വഴിയിൽ നടത്തണമേ. ഇത് കർത്താവിന് പറവാനുണ്ട്. മനം തിരിയുമെങ്കിൽ, പഴയ പ്രവർത്തികൾ എറിഞ്ഞു കളയുമെങ്കിൽ, ഹൃദയം മാറ്റുമെങ്കിൽ, കണ്ടീഷനിലാണ്. ചുമ്മാ ഒരു വാക്കിൽ നിൽക്കുന്നതല്ല, ഇതിനകത്ത് ഒരാഴമായ അർത്ഥമുണ്ട്. ഞാൻ അതിന്റെ അകത്തേക്ക് ഇറങ്ങുമെങ്കിൽ. ഹോശിയയുടെ പുസ്തകം 14:1-2 വായിക്കാമോ? ഹോശിയ 14:1-2. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങിച്ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. അയ്യോ, എന്റെ അകൃത്യം നിമിത്തം ഞാൻ വീണ് കർത്താവേ മടങ്ങി വരുന്നുവെന്ന് പറയുവാൻ എന്റെ ജീവിതത്തിൽ അരുതാത്തത് സംഭവിച്ചു പോയി. എന്റെ കുടുംബത്തിൽ ആകാത്തത് സംഭവിച്ചു പോയി. എന്റെ ജീവിതത്തിൽ വരരുതാത്തത് വന്നുപോയി. പരാജയപ്പെടരുതാത്ത ഇടത്ത് ഞാൻ പരാജയപ്പെട്ടു. വഴി തെറ്റരുതാത്ത ഇടത്ത് ഞാൻ വഴി തെറ്റി. സംഭവിച്ചു പോയി. ഇസ്രായേലേ, മടങ്ങി വരിക. ഒന്നുകൂടെ വായിച്ചാട്ടെ. ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി ചെല്ലുക. നിന്റെ അകൃത്യം നിമിത്തമല്ലോ നീ വീണിരിക്കുന്നത്. യഹോവയുടെ സന്നിധിയിൽ നിന്ന് വീണു പോകുവാൻ കാര്യം എന്റെ അകൃത്യമാണ്. പക്ഷെ തമ്പുരാൻ പറഞ്ഞു, ദയവായി മടങ്ങി വരിക, മടങ്ങി വരിക, മടങ്ങി വരിക. ഇസ്രായേലേ, മടങ്ങി വരിക. നിന്റെ അകൃത്യം നിമിത്തമാണ് നീ വീണിരിക്കുന്നത്. വായിച്ചു. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ എന്നാ അതിന്റെ അർത്ഥം? നമ്മുടെ ഹൃദയത്തിന്റെ ആശകൾ അനുതാപമുള്ള വാക്കുകളിലൂടെ ദൈവം മുമ്പിൽ പറഞ്ഞേ മതിയാകും. ഇന്ന് ഹൃദയം തുറന്ന് എന്നോടരുത്, എന്നോട് പറഞ്ഞിട്ട് ഞാൻ ആരുടെ എന്നാ പാപം ക്ഷമിക്കാനാ? ആരെ ചൊവ്വ നടത്താൻ എനിക്കറിയാം. നോ, ഞാൻ തന്നെ ദൈവത്തോടെ എന്റെ കുറവേറ്റു പറയാം. കർത്താവേ, അനുതാപവാക്യങ്ങളോടെ. തവേ, ദൈവത്തിന്റെ കാര്യമൊക്കെ അറിയാം, സാഹചര്യം ശരിയല്ലായിരുന്നു, അതുകൊണ്ട് സംഭവിച്ചു എന്നല്ല. തവ എന്റെ ജീവിതത്തിൽ പറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമേ. അനുതാപത്തോടെ വരുവാൻ. ആദം ഹവ്വമാർ പാപം ചെയ്തു, അവർ പിടിക്കപ്പെട്ടു. പിടിക്കപ്പെട്ട സാഹചര്യത്തിൽ അനുതപിക്കുവാൻ തയ്യാറാകാതെ സ്വന്തം പ്രവൃത്തിയാൽ നീതീകരണം കണ്ടെത്താമെന്ന ചിന്തയോടെ അത്തിയിലെ കൂട്ടിത്തുന്നി അരയാട ഉണ്ടാക്കി തൽക്കാല വസ്ത്രം ധരിക്കാൻ ശ്രമിച്ചു. സൂര്യൻ ഉദിച്ചതോടെ അതും പരാജയപ്പെട്ടു. അവരൊരു അനുതാപപദം പറഞ്ഞു മടങ്ങി വരുന്നതിന് പകരം ദൈവത്തെ കാണാതെ മാറിയിരിക്കുവാൻ ശ്രമിച്ചു. ആരെങ്കിലും വേറൊരാളിനോടൊരു പ്രശ്നമുണ്ടാക്കിയാൽ പോയി അനുതപിച്ച് കാര്യം പറയുന്നതിന് പകരം ഇനി അവന്റെ മുഖം കാണണ്ട എന്ന് പറഞ്ഞ് മാറിയിരിക്കുന്നത് പോലെ അങ്ങ് മാറിയിരുന്നു. അനുതാപവാക്യങ്ങൾ പറയുവാൻ തയ്യാറായില്ല. ഒടുവിൽ ആദമിനെ വിളിച്ചു ചോദിച്ചു, നീ കാണിച്ചത് എന്താണ്? അദ്ദേഹം അനുതാപപദം അല്ല പറഞ്ഞത്, അയ്യോ കർത്താവെ ക്ഷമിക്കണമെന്നല്ല പറഞ്ഞത്, ന്യായീകരിക്കുവാൻ ശ്രമിച്ചു. ഈ രാത്രിയിൽ ഈ പകൽ ന്യായീകരണമല്ല, അനുതാപവാക്യങ്ങൾ വരുമെങ്കിൽ തമ്പുരാൻ അംഗീകരിക്കുവാൻ തയ്യാറാ. അനുതാപവാക്യങ്ങളോടെ നിങ്ങൾ എന്റെ അടുക്കലേക്ക് മടങ്ങി വരിക. ന്യായീകരണത്തിന്റെ വാക്കുകളല്ല. ന്യായം അറിയാത്തവനല്ല നമ്മുടെ ദൈവം, അവൻ ന്യായ പാലകൻ തന്നെയാണ്. പക്ഷേ ഇന്ന് പകൽ ദൈവം പ്രതീക്ഷിക്കുന്നത് അനുതാപവാക്യങ്ങളോടെ ദൈവത്തിന്റെ പാദത്തിലേക്ക് മടങ്ങി വരിക. വായിച്ചു.
നിങ്ങൾ അനുതാപ വാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കൽ മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ. എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ അധരാർപ്പണമായ കാളകളെ അർപ്പിക്കും. ദൈവമേ, ഇത് പഴയ നിയമത്തിന് വേണ്ടിയുള്ളതല്ല, പുതിയ നിയമത്തിന് വേണ്ടിയുള്ള പഴയ നിയമ കുറിപ്പാ. ഞങ്ങളുടെ അധരാർപ്പണമായ കാളകൾ. പഴയ നിയമത്തിൽ സാക്ഷാൽ 4 കാലും വാലുമുള്ള കാളെ കൊണ്ട് യാഗം കഴിച്ചാണ് ദൈവത്തോട് നിരപ്പ് പ്രാപിക്കുന്നത്. പുതിയ നിയമത്തിൽ ആ കാളയല്ല, എന്റെ അധര അർപ്പണമായ കാള, എന്റെ അനുതാപവാക്യങ്ങളും സ്തുതിയുടെ പദങ്ങളും, എന്റെ ദൈവത്തെ ആരാധിക്കുന്ന സ്തുതിയുടെ പദങ്ങൾ എന്റെ എന്റെ നാവിൽ നിന്ന് വരുന്ന ണ്ടതിന് ഞാൻ വിളിച്ചപ്പോൾ ആരും ഉത്തരം പറഞ്ഞില്ല. ഞാൻ വിളിച്ചപ്പോൾ ആരും എനിക്ക് മറുപടി തന്നില്ല. ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ ആരും ശ്രദ്ധിച്ചില്ല. അതുകൊണ്ട് ഞാനും എന്റെ സ്ഥലത്ത് പോയി മൗനമായിരിക്കും. ഇനി നിങ്ങൾ എന്നെ വിളിക്കും, ഞാൻ തിരിഞ്ഞേ നോക്കത്തില്ല. നിങ്ങൾ എന്നെ സത്യമായി വിളിച്ചപേക്ഷിക്കും, ഞാൻ അനങ്ങത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവം അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞാൽ കഴിഞ്ഞു കുഞ്ഞെ, കഴിഞ്ഞു. അത് വരാതിരിക്കുവാൻ ഇന്നും കൃപയിൽ നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ അനുതാപവാക്യങ്ങളോടെ മടങ്ങി വാ. അത് കഴിഞ്ഞാൽ നിങ്ങളുടെ അധരഫലമായ കാളകളെ ഞാൻ അംഗീകരിക്കാം. യോവേലിന്റെ പുസ്തകത്തിലേക്ക് മടങ്ങി വരാം. യോവേലിന്റെ പുസ്തകം 2:12. എന്നാൽ ഇപ്പോഴെങ്കിലും നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും ഉപവാസത്തോടും കരച്ചിലോടും വിലാപത്തോടും കൂടെ എങ്കിലേക്ക് തിരിവിനെന്ന് യഹോവയുടെ അരുളപ്പാട്. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടും കരച്ചിലോടും വിലാപത്തോടും ഉപവാസത്തോടും കൂടെ എന്റെ അടുക്കലേക്ക് തിരിവീൻ. ഞാൻ ഉപവാസം എന്ന പദത്തെ ഇവിടെ ഇച്ചിരൂടെ വിശദീകരിക്കാൻ താല്പര്യപ്പെടുന്നു. സാധാരണഗതിയിൽ പൂർണ്ണമായി ആഹാരം ഉപേക്ഷിച്ച് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്നതിനെയാണ് ഉപവാസം എന്ന് നമ്മൾ വിളിക്കാറുള്ളത്. ഉപവാസങ്ങൾ പലതുണ്ട്. ചിലതിനകത്ത് ആഹാരം വെടിയുന്നതിനേക്കാൾ ദൈവത്തോട് അടുത്തു വരുന്നതിനാ പ്രത്യേകത. ചില ഉപവാസങ്ങളിൽ നമ്മുടെ സ്വന്തം കാര്യങ്ങൾ ചിന്തിക്കുന്നതിനേക്കാൾ ദൈവകാര്യങ്ങൾ ചിന്തിക്കുന്നതിനാണ് പ്രത്യേകത. ചില ഉപവാസങ്ങളിൽ ആഹാരം വെടിയും, ചിലതിനകത്ത് ചില ജീവിത സുഖങ്ങൾ വെടിയും. ദാനിയേൽ പ്രവാചകന്റെ ഉപവാസത്തിൽ നോൺ വെജിറ്റേറിയൻ ആഹാരം വെടിഞ്ഞു. തലയിൽ എണ്ണ പുരട്ടുന്ന പതിവ് നിർത്തി. കുളിയോ എണ്ണ പുരട്ടോ എന്തൊക്കെയോ തന്റെ ജീവിതത്തിന് സുഖകരമെന്ന് തോന്നിയ ഏതൊക്കെയോ താൻ ഒഴിവാക്കി വെച്ചു. തനിക്ക് ഒഴിവാക്കാൻ കഴിയാത്തത് ഒഴിവാക്കാതിരുന്നു, ഒഴിവാക്കാൻ കഴിയുന്നത് ഒഴിവാക്കി. ഇതിനകത്തിരിക്കുന്ന ദൈവവൈതലേ, ചില ദിവസങ്ങളിലേക്ക് സമയം അധികം ലഭിക്കേണ്ടതിന് മാറ്റിവെക്കാവുന്ന ചിലത് മാറ്റിവെക്ക് എന്റെ തമ്പുരാനെ. ചിലതിന്റെ ജീവിതത്തിൽ ഒരു വിടുതൽ നടക്കുവാൻ ഞാൻ ഐ മേക്ക് ഇറ്റ് വെരി ക്ലിയർ. ഏതൊക്കെയോ പരിശുദ്ധാത്മാവ് ഗൗരവമായി ഇടപെട്ടുകൊണ്ടിരിക്കുക. ചിലതിന്റെ കുടുംബങ്ങളിൽ ക്രമീകരണങ്ങൾ നടക്കുവാൻ, ചിലതിന്റെ ഭവനങ്ങളിൽ ക്രമീകരണങ്ങൾ നടക്കുവാൻ, ചിലരുടെ വ്യക്തിത്വങ്ങളിൽ ക്രമീകരണങ്ങൾ നടക്കുവാൻ ഒഴിവാക്കാവുന്ന ചിലത് ഒഴിവാക്കിയേച്ച് ആ സമയം കൂടെ ദൈവമുമ്പിൽ എടുക്കുവാൻ തീരുമാനിക്ക്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടെ ഉപവാസത്തോടെ കീറിയ ഹൃദയവുമായി നിലവിളിയോടെ എന്റെ അടുക്കലേക്ക് വാ. ഞാൻ ഇന്നും തള്ളിയിട്ടില്ല, ഞാൻ ഇനിയും എടുത്ത് ഉദ്ധരിക്കുവാൻ താല്പര്യപ്പെടുന്നെന്ന്. നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ചെന്നു ചേരുവാനുള്ള ദൈവപൈതൽ മരുഭൂയാത്രയിൽ വഴിയിൽ ചെയ്യേണ്ട ക്രമീകരണങ്ങളെ കുറിച്ച് എടുത്തോണ്ടിരിക്കുന്ന ഭാഗങ്ങളാണിത്. മറക്കരുത്. നിങ്ങൾ മടങ്ങി വാ. അങ്ങനെ വന്നാൽ വായിച്ചതാവട്ടെ. വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കലേക്ക് തിരുവിൻ. പഴയ നിയമത്തിലെ ഒരു പതിവായിരുന്നു അനുതാപം കാണിക്കേണ്ടതിന് വസ്ത്രം വലിച്ചു കീറുക. സീരിയസ് ആണ് ഞാന്. ഗൗരവമാണ് എന്റെ വാചകങ്ങൾ. ഒന്നുകിൽ കോപം കൊണ്ട് നിറഞ്ഞു, അല്ലെങ്കിൽ ഭയം കൊണ്ട് നിറഞ്ഞു, ഇല്ലെങ്കിൽ ദുഃഖം കൊണ്ട് നിറഞ്ഞു. എന്റെ അനുതാപം കാണിക്കേണ്ടതിന് വസ്ത്രം വലിച്ചു കീറുന്ന പതിവുണ്ട്. തമ്പുരാൻ പറഞ്ഞു, നിർത്ത്. എക്സ്റ്റേണൽ ഷോ അവിടോട്ട് നിൽക്കട്ടെ, എക്സ്റ്റേണൽ ഷോ അവിടോട്ട് നിൽക്കട്ടെ. ഹൃദയങ്ങളെ കീറുവാൻ ഏൽപ്പിക്കപ്പെട്. എന്റെ തകർന്ന സാഹചര്യം എന്തെന്നൊന്ന് കാണുവാൻ. ഓ ഗോഡ്, വിലാപങ്ങളുടെ പുസ്തകങ്ങളിൽ പറയുന്ന ചില പദമുണ്ട്. യഹോവേ, ആരോടാണ് ഇത് ചെയ്തിരിക്കുന്നത്? ഇസ്രായേലിന്റെ കന്യക, യെരൂശലേമിന്റെ പുത്രി ഒരു കഷണം അപ്പത്തിന് വേണ്ടി വെളിയിൽ യാചിച്ച് നടക്കണമോ? എന്റെ ദൈവമേ, കരിവാളിച്ച മുഖങ്ങളോടെയാണോ ഈ ജനം നടക്കേണ്ടത്? ഞങ്ങളുടെ അവസ്ഥയൊന്ന് കാണണമേ. അനുതാപവാക്യങ്ങളോടെ നമ്മുടെ ബ്രോക്കൺ സിറ്റുവേഷൻ ദൈവത്തോടൊന്ന് പറയാം. ഞാൻ എന്റെ ബ്രോക്കൺ സിറ്റുവേഷൻ ദൈവത്തോട് പറയാൻ ആഗ്രഹിക്കുന്നു. തവേ, ഞാനൊരു സഭയുടെ വളർച്ച ആഗ്രഹിച്ചതുപോലെ കാണുന്നില്ല. ഞാൻ ഈ പട്ടണത്തിന്റെ വിടുതൽ ആഗ്രഹിച്ചതുപോലെ കാണുന്നില്ല. ഞാൻ എൻ്റെ വ്യക്തിത്വത്തിന്റെ വിജയം ആഗ്രഹിച്ചതുപോലെ കാണുന്നില്ല.
അനുതാപവാക്യങ്ങളോടെ നമുക്കൊന്ന് മടങ്ങി വരാം, നമ്മുടെ തകർന്ന അവസ്ഥകൾ കണ്ടുപിടിക്കാം. പലരും അവരുടെ ജീവിതത്തിന്റെ ഉന്നതമായ അവസ്ഥകൾ കണ്ടുപിടിച്ച് പുലമ്പാറുണ്ട്. നമുക്കിന്ന് നമ്മുടെ തകർച്ചകളൊന്ന് കണ്ടുപിടിക്കാം. എൻ്റെ വ്യക്തിത്വത്തിന്റെ തകർച്ച, എനിക്ക് നേരത്തിന് എഴുന്നേക്കാൻ കഴിയുന്നില്ല, എനിക്ക് വേണ്ടതുപോലെ ജോലി ചെയ്ത് തീർക്കാൻ കഴിയുന്നില്ല, ഐ എം നോട്ട് ഓർഗനൈസ് മൈസെൽഫ്, എനിക്ക് സ്വന്തമായി കാര്യങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ചെയ്യാൻ കഴിയുന്നില്ല, എനിക്ക് കൊടുത്തു തീർക്കേണ്ടത് സമയത്ത് കൊടുത്തു തീർക്കുവാൻ കഴിയുന്നില്ല, എനിക്ക് ചെയ്തു തീർക്കേണ്ടത് തക്ക സമയത്ത് ചെയ്തു തീർക്കുവാൻ കഴിയുന്നില്ല. എൻ്റെ കുറവ് വശങ്ങളൊന്ന് കാണുവാൻ, അനുതാപവുമായി വരുവാൻ, ഹൃദയങ്ങളൊന്ന് കീറുവാൻ. ഞാനിങ്ങനെ തകർന്നോ, എനിക്കൊരു മടങ്ങി വരവ് ആവശ്യമുണ്ട്. വായിച്ചതാവട്ടെ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയുള്ളവനല്ലോ, അവൻ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. ദൈവത്തിന്റെ പ്രത്യേകത, അവൻ ദയയും കരുണയും ദീർഘക്ഷമയുമുള്ളവനാകയാൽ അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കും. എവിടെയൊക്കെയോ ഞാൻ എല്ലാവരും ചിരിക്കുന്ന മുഖമേ കാണാറുള്ളൂ. ഞാൻ ആർക്ക് ക്ഷയിക്കാണ്ട് കൊടുത്താലും ഞാൻ ചിരിക്കാൻ ശ്രമിക്കും, അവരെന്റെ അടുക്കൽ ചിരിക്കാൻ ശ്രമിക്കും. ഇതെല്ലാം പുറമേ ഉള്ളപ്പോൾ നമ്മുടെ അകത്തിന്റെ അകത്ത് ചില ഭാരങ്ങൾ ഉള്ളത് തമ്പുരാനും അറിയാം, നമുക്കും അറിയാം. അതൊന്ന് പുറത്തു വരട്ടെ, അത് ദൈവസന്നിധിയിൽ ഒന്ന് വരട്ടെ. കർത്താവേ, അങ്ങൊന്ന് അനുതപിക്കണമേ, അങ്ങ് അനർത്ഥത്തെ കുറിച്ച് അനുതപിക്കണമേ, എനിക്ക് വന്ന നാശത്തെ കുറിച്ച് അനുതപിക്കണമേ. അനേക പ്രാവശ്യം അങ്ങനെ ജനത്തോട് കരുണ കാണിച്ച, എന്നോട് കരുണ കാണിച്ച ആ മഹാകരുണയ്ക്കായി എന്റെ ഹൃദയം തിരുസന്നിധിയിൽ തുറക്കുന്നുവെന്ന് ഇന്ന് പകലൊന്ന് പറ. വായിച്ചു. നിങ്ങളുടെ ദൈവമായ യഹോവ വീണ്ടും അനുതപിച്ച് തനിക്ക് ഭോജനയാകവും പാനീയയാകവുമായുള്ള ഒരു അനുഗ്രഹം വെച്ചേക്കില്ലയോ, ആർക്കറിയാം. മതി, എന്റെ ദൈവം നമുക്കൊരു അനുഗ്രഹം വെച്ചേക്കും. ഞാൻ അത്രയും മാത്രം പറഞ്ഞ് അവിടെ നിന്ന് വിടുക. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകത്തിലേക്ക് നമുക്കൊന്ന് കടക്കാം. 17:30. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യരോട് കൽപ്പിക്കുന്നു. ദൈവത്തിന് മനുഷ്യനോട് ഒരു കൽപ്പനയുണ്ട്. ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും. ഇതിനകത്ത് സ്റ്റേജിൽ മൈക്ക് ഉപയോഗിക്കുന്ന ഞാൻ മുതല് പകുതി ഉറങ്ങി കേൾക്കുന്ന വ്യക്തി വരെ എല്ലാവർക്കും ബാധകമാണ്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ പോകാമെന്നും പറഞ്ഞിരിക്കുന്നവരും, ഇവിടെ നിന്നുകൊണ്ട് ഇതിന്റെ ഗൗരവം പറയുവാൻ ആഗ്രഹിക്കുന്നവരും വരെ, എന്നോട് ദൈവം ഇടപെടുകയാൽ ഞാൻ ഇത് ഏറ്റെടുക്കുന്നുവെന്ന് പറഞ്ഞ ആത്മാർത്ഥതയോടെ സമർപ്പിക്കുന്ന വ്യക്തിയും, ഇതാണോ പ്രസംഗം പോടേ എന്ന് പറയുന്ന വ്യക്തി വരെ, സകലരോടും ദൈവത്തിന് ഇന്ന് പകൽ ചിലത് ഇടപെടാനുണ്ട്. എല്ലായിടത്തുമുള്ള എല്ലാവരും, ഏതു ഭക്തനും. വെളിപ്പാട് പുസ്തകത്തിൽ 7 സഭകൾക്ക് ലേഖനം എഴുതുമ്പോൾ ഓരോ സഭയുടെ വിളക്കുകൾ, നക്ഷത്രങ്ങൾക്കും അല്ലെങ്കിൽ ഇടയന്മാർ മുതൽ ദൂതന്മാർ മുതൽ അവസാനത്തെ വ്യക്തി വരെ ചെവിയുള്ള സകലരോടും തമ്പുരാൻ ഇടപെടുവാനുള്ളത്. എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാൻ. സഭയ്ക്ക് മാനസാന്തരം വേണം, വിശുദ്ധന്മാർക്ക് മാനസാന്തരം വേണം, എനിക്ക് മാനസാന്തരം വേണം, സകലർക്കും മാനസാന്തരം വേണം. ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടേണ്ടതിന് ദൈവം ദീർഘക്ഷമയോടെ കാത്തിരിക്കുക. മറക്കരുത്, കർത്താവ് നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുക, കർത്താവ് എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ചേർന്ന് പറയാം, കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക, കർത്താവ് നമുക്ക് വേണ്ടി കാത്തിരിക്കുക. എത്ര നാൾ എന്റെ കർത്താവ് കാത്തിരിക്കും? കർത്താവേ, ഇതാ ഞാൻ അങ്ങോട്ടങ്ങ് അടുത്തു വരികയാ. പൂർണ്ണ ഹൃദയത്തോടെ, തകർന്ന ഹൃദയത്തോടെ, എന്റെ മേൽ ചൊരിയപ്പെട്ട അനർത്ഥം കണ്ടുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചതല്ല എനിക്ക് വരുന്നത്, ഞാൻ ആഗ്രഹിച്ച വഴിയിൽ നിന്ന് താഴെയാണ് ഞാൻ നിൽക്കുന്നത്. ഇതാ ഞാൻ മടങ്ങി വരികയാന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള എല്ലാവരും മാനസാന്തരപ്പെടുവാൻ അവൻ മനുഷ്യരോട് കൽപ്പിക്കുന്നു. 26:20. അതുകൊണ്ട് അഗ്രിപ്പ രാജാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കാതെ ആദ്യം ദമസ്കോസിലും യെരുശലേമിലും യഹൂദിയ ദേശത്തെങ്ങും ഉള്ളവരോടും പിന്നെ ജാതികളോടും മാനസാന്തരപ്പെട്ട് ദൈവത്തിങ്കിലേക്ക് തിരിഞ്ഞ് മാനസാന്തരത്തിന് യോഗ്യമായ പ്രവൃത്തികൾ ചെയ്യണമെന്ന് പ്രസംഗിച്ചു. യേശുവിനോട് കൂടെ നടന്ന അപ്പോസ്തലന്മാരും പത്രോസ് വരെ, അതാണല്ലോ അപ്പോസ്തല പ്രവൃത്തിയിൽ ആദ്യം കണ്ടത്. ഈ മാനസാന്തരത്തെ കുറിച്ച് പറഞ്ഞേച്ച് രണ്ടാമത്തെ തലമുറയിൽ പിറന്ന പൗലോസ് ദൈവിക അരുളപ്പാട് പ്രാപിച്ചേച്ച് അഗ്രിപ്പ രാജാവിനോട് പറയുകയാ, രാജാവേ, അങ്ങ് ഉൾപ്പെടെ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണം. ഒരു തലമുറ കൊണ്ട് നിന്നതല്ല മാനസാന്തരം, പഴയ നിയമം കൊണ്ട് കഴിഞ്ഞതല്ല മാനസാന്തരം, പുതിയ നിയമത്തിലെ യേശുവിന്റെ കാലം കൊണ്ട്
തീർന്നതല്ല മാനസാന്തരം. മരണ പുനരുത്ഥാനങ്ങൾക്ക് ശേഷം പരിശുദ്ധാത്മ വ്യാപാരത്തോടെ തീർന്നു പോയതല്ല മാനസാന്തരം. സഭയുടെ അന്തത്തോളം മാനസാന്തരത്തെ കുറിച്ച് പ്രസംഗിക്കുവാൻ ഇന്നും അവസരം വെച്ചിരിക്കുന്ന എന്റെ ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു. 26-ാം അധ്യായം പറയുകയാണ്, അഗ്രിപ്പാവേ, ഞാൻ സ്വർഗീയ ദർശനത്തിന് അനുസരണക്കേട് കാണിക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ, മാനസാന്തരപ്പെടുക. മാനസാന്തരത്തിന്റെ ചില അനുഭവങ്ങളിലൂടെ തൊടാൻ പോകാം. ലൂക്കോസ് 19:8 മാനസാന്തരത്തിന്റെ ചില അനുഭവങ്ങൾ. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവേ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. നിക്കട്ടെ. യോഹന്നാൻ സ്നാപകൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ. മാനസാന്തരപ്പെടുന്നു എന്നുള്ള ആ എംപ്റ്റി വേർഡ്, ആ പൊള്ളയായ പ്രസ്താവനയല്ല. ഇറ്റ് ഡസന്റ് മീൻ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കാൻ. സിഗരറ്റും വലിച്ചുകൊണ്ട് കൺവെൻഷന് വന്നവൻ സിഗരറ്റ് പുറകിലോട്ട് പിന്നെ ഞാനും സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു പോകുന്ന പരിപാടിയല്ല. മനസ്സിലായി കാണും. പ്രാവശ്യത്തെ യാത്രയിൽ നടന്ന ചില ഓൾട്ടർ കോളുകൾ, സംതിങ് അൺയൂഷ്വൽ. പലയിടങ്ങളിലും ഒന്നും റെക്കോർഡ് ചെയ്തിട്ടില്ല. റെക്കോർഡ് ചെയ്തവരിടത്ത് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു, അതിൻ്റെ ഒരു കോപ്പി എനിക്കിവിടെ തരണം. എൻ്റെ ഉണ്ടെന്ന് തോന്നുന്നു. എല്ലാം ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ വരുന്ന ആഴ്ച ഞാൻ കാണിക്കാൻ ശ്രമിക്കാം. ഇരിക്കുന്ന ജനത്തിൻ്റെ 98% മറ്റും ഓൾട്ടർ കോളിൻ്റെ മുമ്പിൽ കമ്മിറ്റ് ചെയ്ത് മുന്നോട്ട് വരുന്ന ഒരു ദൈവിക വിടുതൽ കർത്താവ് തരുന്നത് കാണാൻ കർത്താവ് ഇടയാക്കി. മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, കൊല്ലൻ്റെ ആലിൽ കിടക്കുന്ന പട്ടിക്ക് തീപ്പൊരി കണ്ട പേടിയില്ല. എന്നും അത് കാണുന്ന സാധനമാണ്. ബഥേലിൽ നടക്കുന്ന ഗൗരവമായ സന്ദേശങ്ങളെക്കുറിച്ച് ഇന്റർനാഷണലി ഇറ്റ് ഈസ് റെപ്യൂട്ടഡ്. ഞാൻ അതിൻ്റെ അപ്പുറത്തോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്റർനാഷണലി ഇറ്റ് ഈസ് റെപ്യൂട്ടഡ്. എനിക്ക് വരുന്ന മെയിലുകളുടെ ആകത്തുക ഒന്നെടുത്താൽ ഓരോ മെസ്സേജുകൾ ജനഹൃദയങ്ങളിൽ വരുത്തുന്ന വ്യത്യാസവും അതിൻ്റെ ഇമ്പാക്റ്റും ഇന്നത്തെ കണ്ടംപററി, ഇന്ന് ജീവനോടിരിക്കുന്ന ആളുകളുടെ ഇടയിൽ ലഭിക്കുന്ന മെസ്സേജുകളിൽ ടോപ്പ് മോസ്റ്റ് ഇവിടുന്ന് കിട്ടുവാൻ കർത്താവ് ഇടയാക്കി. യേശുവിൻ്റെ കൂടെ നടന്ന യൂദായും തെറ്റി, അത് മറക്കരുത്. തൊട്ടടുത്തിരുന്നത് കൊണ്ട് തെറ്റിക്കൂടുന്നില്ല. നാം പലപ്പോഴും മെസ്സേജുകളോട് അടുത്തിരിക്കുമ്പോൾ അതിൻ്റെ ഗൗരവം നമുക്ക് കുറഞ്ഞു പോകും. അതിവിശുദ്ധമായതിനോട് അമിതമായി അടുത്താൽ അതിനോടുള്ള ഗൗരവം നഷ്ടമാകുന്നത് സാമൂഹികമാണ്. എന്നാൽ അങ്ങനെ തന്നെയാണല്ലോ ദൈവത്തോടുള്ള ഭയം പോലും പലർക്കും നഷ്ടമായി പോയത്. ദൈവത്തോടുള്ള ഭയം നഷ്ടമായത്. ഞാൻ എന്തൊക്കെ പറയണമെന്ന് എനിക്കറിയാൻ വയ്യ. ഉപവാസ പ്രാർത്ഥനയിൽ ശക്തമായി ഗൗരവമായി അന്യഭാഷ സംസാരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതിൻ്റെ ഇടയിൽ ലവ് ലെറ്റർ പാസ് ചെയ്യുന്ന പാർട്ടി ഇല്ലാതില്ല. നിങ്ങൾക്ക് മനസ്സിലായോ? ആരാധന ഗൗരവമായി നടക്കുന്നതിൻ്റെ നടുവിൽ അനാവശ്യം ചെയ്യുന്നവരില്ലാതില്ല. അയോഗ്യമായ വാചകങ്ങൾ എഴുതിയ കത്തുകൾ ബൈബിളിൽ സൂക്ഷിക്കുന്നവരില്ലാതില്ല. ദൈവത്തോട് അടുത്തു വന്നതിൻ്റെ അർത്ഥം എല്ലാവരും മാനസാന്തരപ്പെട്ടു എന്നല്ല. എന്നാൽ ഇന്ന് പകൽ ദൈവഭയം നഷ്ടമാകാതെ നമുക്ക് ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ കർത്താവ് കൃപ ചെയ്യട്ടെ. മാനസാന്തരപ്പെട്ടു എന്ന വാക്കിന്റെ അർത്ഥം ആ പൊള്ളയായ വാക്കല്ല, ഫലം കൊണ്ട് തിരിച്ചറിയണം. ഇവിടെ ഒരു സക്കായി ഒന്ന് മാനസാന്തരപ്പെട്ടു. സക്കായിക്ക് യേശുവിനെ കുറിച്ച് നേരത്തെ അറിയത്തില്ല. ഇത് ഞാൻ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് പോലും അറിയത്തില്ല. യേശുവിനെ കണ്ടാൽ എങ്ങനെ ഇരിക്കുമെന്ന് അറിയേണ്ടതിന് ഒരു കാട്ടത്തിയുടെ മുകളിൽ കയറി താഴോട്ട് നോക്കി യേശുവിനെ കണ്ട മത്തായി, സക്കായി. യേശു അദ്ദേഹത്തെ വിളിച്ചിറക്കി തൻ്റെ വീട്ടിലേക്ക് ഒരുമിച്ച് പോകുമ്പോൾ പറഞ്ഞ ഒരു പദമാ, ഞാൻ പലരെയും ചതിച്ചിട്ടുണ്ട്. യേശുവിനോട് അടുത്തപ്പോഴത്തേക്ക് ഇയാൾ പഴയ പാപങ്ങൾ വിളിച്ചു പറയാൻ തുടങ്ങി. ഞാൻ പലരെയും ചതിച്ചിട്ടുണ്ട്. ഇന്ന് പകൽ ദൈവസാന്നിധ്യം അടുത്തു വരുമ്പോൾ ജീവിതത്തിന്റെ കുറവുള്ള ഭാഗത്തേക്ക് തമ്പുരാന്റെ വെളിച്ചം വീശട്ടെ. ഈ പകൽ ഈ ശുശ്രൂഷയുടെ മുമ്പിൽ ലോകത്തിന്റെ വിവിധ വൻകരകളിലും ഇതിനകത്തുമായി ഈ പട്ടണത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലായി ഈ രാജ്യത്തിന്റെ വിവിധ ഇടങ്ങളിലായി ദൈവവചനം ശ്രദ്ധിക്കുന്നവരുടെ ഹൃദയാന്തരങ്ങളിലേക്ക് വെളിച്ചം വീശട്ടെ. ഞാൻ ചെയ്യരുതാത്തത് ചെയ്തു പോയി. സക്കായിയുടെ മാനസാന്തരമാ. ഞാൻ ചതിവായി വാങ്ങിപ്പോയി, ഞാൻ ചതിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാനൊരു കാര്യം ചെയ്യാൻ പോകാം.
അയോഗ്യമായി സമ്പാദിച്ച വസ്തു വരെ വിറ്റ് ഞാൻ തിരിച്ചു കൊടുക്കാൻ പോവാ. ഒന്നുകൂടെ വായിച്ചാട്ട വാക്യം, സക്കായിയുടെ വാചകം. സക്കായിയോ നിന്ന് കർത്താവിനോട്, കർത്താവെ, എന്റെ വസ്തുവകയിൽ പാതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നുണ്ട്. വല്ലതും ചതിവായി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 4 മടങ്ങ് മടക്കി കൊടുക്കുന്നു എന്ന് പറഞ്ഞു. കർത്താവേ, പറ്റിപ്പോയി. ചതിവായി വാങ്ങിയത് 4 മടങ്ങ് മടക്കി കൊടുക്കുക. എന്റെ വസ്തുവിന്റെ പകുതി വിറ്റ് ചതിവായി വാങ്ങിയത് തിരികെ കൊടുക്കുക. ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയ ആത്മീയരിൽ ചിലർ, ഒന്നുകൂടെ ആവർത്തിക്കാം, ബിസിനസ് ചെയ്ത് പൊട്ടിപ്പോയ ആത്മീയരിൽ ചിലർ, ഒരു 50 പേരെങ്കിലും എനിക്കറിയാം, എന്നോട് പറഞ്ഞിട്ടുണ്ട്, നാട്ടിൽ അപ്പൻ തന്ന വസ്തുവെ കുറെ കിടപ്പുണ്ട്, അത് വിറ്റ് കടം തീർക്കുവാൻ. മിണ്ടാതങ്ങ് പോകാനല്ല, അത് വിറ്റെന്റെ കടം തീർക്കുവാൻ, അതൊന്ന് വിറ്റ് കടം തീർക്കുവാനായി പ്രാർത്ഥിക്കണം. സക്കായി മാനസാന്തരപ്പെട്ടേച്ച് പറയുകയാ, ഞാൻ ചതിവായി വാങ്ങിയിട്ടുണ്ട്, അതൊക്കെ തൂർത്തടിച്ചു പോയി. ചതിവായി വാങ്ങിയതൊന്നും കൈ നിൽക്കുകയെന്നുള്ളത് എല്ലാവരും ഓർത്തോണം. ഇതെല്ലാം തൂർത്തടിച്ചു പോയി. എങ്ങനെ കോമ്പൻസേറ്റ് ചെയ്യും? അതൊന്ന് കോമ്പൻസേറ്റ് ചെയ്യുവാൻ ഞാൻ ചതിവായി വാങ്ങിയിട്ടുള്ളതിന് എന്റെ വസ്തു വിറ്റ് ഞാൻ ദരിദ്രർക്ക് കൊടുക്കുകയാണ്. അത്രയൊന്നും ഞാൻ ചതിച്ചിട്ടില്ല, ചെയ്തതിന്റെ 4 ഇരട്ടി പ്രായശ്ചിത്തം ചെയ്യാൻ പോവാ. സംതിങ് ബിഗ്. ഒരു പേര് പറയാൻ എനിക്ക് ആശയുണ്ട്. ഇന്ന് ഭൂമുഖത്തില്ലാത്ത ഒരു മാന്യനായ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ കുഞ്ഞുങ്ങൾ മാന്യരായി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ ആ പേര് പറയുന്നില്ല. ബ്രദർ എക്സ് എന്ന് മാത്രം ഞാൻ പറയട്ടെ, ആ പേര് ഒഴിവാക്കാൻ. ബ്രദർ എക്സ് ടാക്സ് ഇനത്തിൽ ഗവൺമെന്റിനെ വെട്ടിച്ചിരുന്നു, പല രീതിയിൽ സർക്കാരിനെ വെട്ടിച്ചിരുന്നു. ഒരു ദിവസം താൻ മാനസാന്തരപ്പെട്ടു പറഞ്ഞു, ടാക്സ് ഇനത്തിൽ ഇത്രയും വെട്ടിച്ചിട്ടുണ്ട്. അയാളോട് തന്നെ പറയുക, വെട്ടിച്ച കാര്യമാണ് പറഞ്ഞത്, ലീഗൽ കവറേജ് എടുത്ത കാര്യം അല്ലി പറയുന്നത്, നേരെ കള്ളക്കണക്ക് പറഞ്ഞ കാര്യം. അങ്ങനെ എല്ലാം കൂടെ കണക്ക് കൂട്ടിയേച്ച് ഏതാണ്ട് ഒത്തിരി വർഷങ്ങൾക്ക് പുറകില, 30-35 വർഷങ്ങൾക്ക് പുറകില, ഏതാണ്ട് 50,000 രൂപയോളം ഞാൻ സർക്കാരിനെ വെട്ടിച്ചിട്ടുണ്ട്. എങ്ങനെ തിരിച്ചു കൊടുക്കണം? ഞാൻ ഇന്ന ഇടത്ത് കളിപ്പിച്ചു, അതുകൊണ്ട് ഈ കാശങ്ങ് തിരിച്ചു പിടിച്ചോളാൻ പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൊടുത്താൽ ഇവൻ ആപ്ലിക്കേഷനും കൊണ്ട് ജയിലിൽ പോവും. അത് പറ്റുകയില്ല. അദ്ദേഹം ഒരു വേല കണ്ടുപിടിച്ചു. അദ്ദേഹം കൽക്കട്ടയിൽ നിന്ന് കൊച്ചി വരെ പോകുവാൻ 60 റെയിൽവേ ഫസ്റ്റ് ക്ലാസ് ടിക്കറ്റ് എടുത്തു. കൽക്കട്ടയിൽ നിന്ന് കൊച്ചി വരെ പോകുവാൻ 60 ഫസ്റ്റ് ക്ലാസ് റെയിൽവേ ടിക്കറ്റ് എടുത്തു. വലിച്ചു കയറി താഴെ ഇട്ടേച്ച് സർക്കാരിന് കൊടുക്കാനുള്ള തിരിച്ചു കൊടുത്തുകൊണ്ട് സ്വോത്രം എന്ന് പറഞ്ഞു. സർക്കാരിന് കൊടുക്കാനുള്ള തിരിച്ചു കൊടുത്തു. അങ്ങനെ വെട്ടിച്ചതും റെയിൽവേയാ. അദ്ദേഹത്തിന്റെ മക്കൾ മാന്യരായി ഈ പട്ടണത്തിലുണ്ട്. അതുകൊണ്ട് ബ്രദർ എക്സ് എന്ന് മാത്രം ഞാൻ ആ പേര് പറയട്ടെ, അത് മാനസാന്തരമാണ്. സക്കായിയിൽ നിന്ന് കർത്താവെ ചതിച്ചിട്ടുണ്ട്. ജീവിതത്തിന്റെ അകത്തോട്ട് വെളിച്ചം വീശി. തമ്പിയുടെ ഹൃദയം എന്ന പേരിൽ പണ്ട് ഒരു ഗോസ്പൽ ട്രാക്റ്റ് വിതരണം ഉണ്ടായിരുന്നു. തമ്പിയുടെ ഹൃദയം. തമ്പി എന്നുള്ള നമ്മുടെ തമ്പിമാരാരുമല്ല, ആരാണ്ടയുടെ തമ്പി. അദ്ദേഹത്തിന്റെ ഹൃദയത്തിനകത്ത് ഒരുപാട് ദോഷങ്ങളുണ്ട്. നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ചിലപ്പോൾ ദോഷങ്ങൾ കയറും. പട്ടിയുടെ സ്വഭാവം, പൂച്ചയുടെ സ്വഭാവം, നത്തിന്റെ സ്വഭാവം, ഇങ്ങനെ പലതും അകത്ത് കയറും. അതിനെ, ആ സ്വഭാവങ്ങളെയൊക്കെ ഓരോ മൃഗങ്ങളുടെ രൂപത്തിലും പക്ഷികളുടെ രൂപത്തിലും, അഹങ്കരിക്കുന്നവന്റെ അഹങ്കാരത്തെ സാധാരണ ചിത്രീകരിക്കുന്ന മയിലിന്റെ രൂപത്തിലാണ്. അപ്പൊ തമ്പിയുടെ ഹൃദയത്തിനകത്ത് മയിലുണ്ട്. ക്രൂര സ്വഭാവത്തെ സിംഹത്തോട് ഉപമിക്കും. തമ്പിയുടെ ഹൃദയത്തിൽ സിംഹമുണ്ട്. ഇങ്ങനെ പലതും. പിന്നെ ഇന്ന് തീരുമാനമെടുത്തേച്ച് നാളെ ലംഘിക്കും. അത് പന്നിയും പട്ടിയുമാണ്. അത് രണ്ടുമുണ്ട്. ഇങ്ങനെ തമ്പിയുടെ ഹൃദയത്തിനകത്ത് കണ്ട അഴുക്ക് ജീവികളെല്ലാം നിറഞ്ഞിരിക്കുക. ആ ഗോസ്പൽ ട്രാക്റ്റിനകത്ത് എത്ര പേര് ട്രാക്റ്റ് കണ്ടിട്ടുണ്ട്? എന്നോട് കയ്യിൽ നിന്ന് മജോറിറ്റി കണ്ടിട്ടുണ്ട്. കാണാത്തവരോട് ചോദിച്ചു പറഞ്ഞു തരും. ആരുടെയും കയ്യിൽ ഉണ്ടെങ്കിൽ ഒരു കോപ്പി ഇവിടെ കാണാൻ കൊടുക്കാമെന്ന് പ്രൊജക്ട് ചെയ്തു തരാം ഒരു ദിവസം. ഈ തമ്പിയുടെ ഹൃദയത്തിലേക്ക് ദൈവിക പ്രകാശം അടിച്ചതോടെ എല്ലാ ജീവികളും പുറത്തിയാടുന്നത് കാണാം. തമ്പിയുടെ ജീവിതത്തിൽ ദൈവപ്രകാശം വരുന്നത് വരെ തമ്പിയുടെ ജീവിതം തകർന്നു കിടക്കുക. ഒരിക്കൽ ദൈവപ്രകാശം അകത്തോട്ടടിക്കുമ്പോൾ ഈ ജീവികളെല്ലാം പുറത്തിയാടും. എനിക്കിത് മനസ്സിലാകുന്നുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ഒരാളിൻ്റെ കാറിൽ പോയി കയറി. ഞങ്ങളെ കൊണ്ടുപോകാനായിട്ട് പിക്ക് ചെയ്യാനായിട്ട് വന്ന കാറാ. ഞാനും ഉണ്ടായിരുന്നു, എൻ്റെ കൂടെ വേറൊരു ദൈവദാസനും ഉണ്ടായിരുന്നു.
ഞങ്ങളെ പിക്ക് ചെയ്യണമെന്ന് അദ്ദേഹത്തോട് തലേ ദിവസം പറഞ്ഞിരുന്നു. നേരത്തിന് അയാൾ റെഡി ആയില്ല. അപ്പോൾ അവരുടെ പാസ്റ്റർ രാവിലെ വിളിച്ചു, പിക്ക് ചെയ്യാൻ പോയോടാന്ന്. അയ്യോ ഞാൻ ഉറങ്ങിപ്പോയി, ഇപ്പം പോവാന്ന് പറഞ്ഞുകൊണ്ട് ഇവൻ കാറും എടുത്തുകൊണ്ട് വന്നു. ഈ കാറിനകത്തെല്ലാം തലേ ദിവസം വായിച്ച പത്രവും പിള്ളേർ KFC വാങ്ങിച്ച് തിന്നതിൻ്റെ ബാക്കിയും എല്ലാം ഇങ്ങനെ ഉണ്ട്. എനിക്ക് കിട്ടിയ സീറ്റിൻ്റെ ഒരു സൈഡ് തുടച്ച് ഇതൊന്ന് മാറ്റി വെച്ച് ഇരിക്കാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു, ആ പിക്ക് ചെയ്യാൻ വിട്ട പാസ്റ്ററെ വിളിച്ചു പറഞ്ഞു, തമ്പിയുടെ ഹൃദയം പോലെ ഒരു കാറാണ് കൊടുത്തയച്ചിരിക്കുന്നത്. ഇത് കഴുകിയെടുക്കാൻ ശരിയായില്ല. അതൊക്കെ ഓർത്തിരിക്കാൻ മാത്രം. ഇതിനകത്തോട്ട് വെളിച്ചമടിച്ചാൽ പഴയതെല്ലാം വെളി വരും. സക്കായിയോ നിന്നു. ഓ, ടേക്ക് എ മിനിറ്റ്, ഒരു മിനിറ്റ് നിന്നു. സക്കായിയോ നിന്നു. യേശുവേ, ഞാൻ ചതിച്ചിട്ടുണ്ട്, തിരിച്ചു കൊടുക്കാൻ എനിക്ക് കഴിവില്ല, കിട്ടിയതെല്ലാം ദൂർത്തടിച്ചു, വെള്ളത്തിൽ നിന്ന് കിട്ടിയത് വെള്ളത്തിലൂടെ. ഇനി എനിക്ക് ഒക്കുന്നത് എൻ്റെ വസ്തുവിൻ്റെ പാതി വിൽക്കാൻ പോവുക. അതുകൊണ്ട് ഞാൻ ചതിച്ചതിൻ്റെ 4 ഇരട്ടിയാകും മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കഴിക്കാൻ. ഇന്ന് പകൽ ചില തീരുമാനങ്ങൾ ദൈവസ്ഥലത്തിൽ വരും. ഇറ്റ്സ് കോസ്റ്റ്ലി, ഇറ്റ്സ് കോസ്റ്റ്ലി. അവർ ചിരി തിരിച്ചോണ്ടെന്ന് മാനസാന്തരപ്പെടാൻ ഒക്കുകയില്ല. ഇറ്റ്സ് കോസ്റ്റ്ലി. യു ഹാവ് ടു റീകമ്പോസ്. സങ്കീർത്തനം 23:2 എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. മലയാളത്തിലെ തർജ്ജിമ തെറ്റാണെന്ന് പണ്ടൊരിക്കൽ 23-ാം സങ്കീർത്തനം എടുത്തപ്പോൾ എടുക്കുന്നിടത്തൊക്കെ ഞാൻ പറയാറുണ്ടായിരുന്നു, ഹി റിസ്റ്റോറത്ത് മൈ സോൾ. ഞാൻ എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ നീതീകരിക്കാൻ തീരുമാനിച്ചാൽ ദൈവത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹി റിസ്റ്റോറത്ത് മൈ സോൾ. അവൻ എൻ്റെ പ്രാണനെ തിരികെ വീണ്ടെടുക്കും. ഞാനൊരു ക്രമീകരണത്തിന് തയ്യാറായാൽ എന്റെ ദൈവം അത് പൂർത്തീകരിച്ചു തരും. എന്നെ കൊണ്ട് കഴിയാത്തത് എന്റെ ദൈവം എനിക്ക് വേണ്ടി നിർവഹിച്ചു തരും. ഇതാണ് എന്റെ ഗുഡ് ന്യൂസ്. ഞാനൊരു തീരുമാനമെടുത്താൽ ദൈവം എനിക്ക് തുണ നിൽക്കും. He restored my soul. അവൻ എന്റെ പ്രാണനെ തിരികെ കൊണ്ടുവരും. അവൻ എന്റെ ഹൃദയത്തെ തിരികെ കൊണ്ടുവരും. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കും. യെരമ്യാവ് 30:17 വേഗത്തിൽ വായിക്കാമോ? അവർ നിന്നെ ഭ്രഷ്ടയെന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച് നിനക്ക് ആരോഗ്യം വരുത്തും. നിൽക്കട്ടെ, നമ്മൾ 10:45 വരെ ഇല്ലേ പോകുന്നേ? ശ്രദ്ധിച്ചു. ഇത് തിരുവചനം ചിലരെ മിനിസ്ട്രി ചെയ്യുക. രാവിലെ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നമ്മൾ കാത്തിരിക്കുക. അവിടെ എത്തുന്നതിന് മുന്നമേ ഒരു പണിയുണ്ട്. കാൽവറിയിൽ യേശു ശത്രുവിനെയും പകയനെയും മിണ്ടാതെയാക്കി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ഈ വാഴ്ചകളും അധികാരവും എന്നുള്ള വാക്കുകളുടെ ഗൗരവം കഴിഞ്ഞ ചില ദിവസങ്ങളിൽ ഒത്തിരി കൂടുതൽ പ്രാർത്ഥിക്കാനും എടുക്കാനും ഒക്കെ ദൈവം എനിക്ക് ഇടയാക്കി, തിരുവചനം ധ്യാനിക്കാനും. What I am totally convinced. ഇതൊരു വലിയ ഉപദേശ വിഷയമാണ്. പക്ഷേ ഞാൻ ആ ഗൗരവത്തിലൊന്നും ഇന്ന് പോവുകയല്ല. What I am totally convinced. എണ്ണിത്തീരാത്ത നക്ഷത്ര സമൂഹങ്ങളുടെ നടുവിൽ, ഞാൻ നക്ഷത്ര സമൂഹങ്ങളെ അവിടെ ഇവിടെ എല്ലാം ഇവിടെ തന്നെ എത്ര പ്രാവശ്യം തൊട്ടതാ. നമ്മൾ വസിക്കുന്ന സൗരയൂഥം ഉൾപ്പെടുന്ന, സൂര്യൻ ഉൾപ്പെടുന്ന ഈ കൊച്ചു ഗാലക്സിയിൽ 30,000 കോടി നക്ഷത്രങ്ങളുണ്ടെന്നാ വെപ്പ്. ഈ ഒരൊറ്റ ഗാലക്സിയിൽ അത് കുറയുകയല്ല, കൂടുകയുള്ളൂ. 30,000 കോടി നക്ഷത്രങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. ഓരോന്നിനകത്തും ദൂതഗണങ്ങളുണ്ട്. ഓരോന്നിനും ഗ്രഹങ്ങൾ കാണും, ഉപഗ്രഹങ്ങൾ കാണും. ഇതിലൊക്കെയും ദൂതന്മാരുണ്ട്. ഇതുപോലെയുള്ള കോടി കോടി നക്ഷത്ര മണ്ഡലങ്ങളെ ഒരുമിച്ച് ചേർത്താൽ മനുഷ്യന്റെ ബുദ്ധിയിൽ ഒതുങ്ങാത്ത തുകയിൽ ദൂതഗണങ്ങൾ ഉള്ളയിടത്ത് ഇതിനെ സകലതിനെയും കൂടെ ചേർത്ത് വിളിക്കുന്ന പേരാണ് വാഴ്ചകളും അധികാരങ്ങളും. 1, 2, 10, 10,000, 10 കോടി 10,000 കോടിയുമല്ല. ഈ സകല വാഴ്ചകളും സകല അധികാരങ്ങളും സൃഷ്ടാവിന്റെ ചങ്കിൽ നിന്നൊഴുകിയ രക്തത്തിന്റെ മുമ്പിൽ ആയുധം വെച്ച് അടിയറ പറഞ്ഞെടുത്ത് തന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിച്ച മനുഷ്യനെ പോക്കി വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ആദമ്യപാപത്താൽ വഷളായ ഈ ഭൂമിയെ അതിന്റെ മൂലപദാർത്ഥങ്ങൾ ചുട്ട് പുതുവാന ഭൂമികൾ വെളിപ്പെടുത്തി നിങ്ങളെ ആ നീതി വസിക്കുന്ന പുതുവാനത്തിൽ ഭൂമിയിൽ പാർപ്പിക്കും എന്ന് പറഞ്ഞെങ്കിൽ വില കൊടുക്കാതാ.
ദൈവം കൊടുക്കേണ്ട വില ദൈവം കൊടുത്തു കഴിഞ്ഞു. ഞാൻ പറഞ്ഞതിന്റെ ഗൗരവം അവിടോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ആൻ ഈസി ടാസ്ക്. ഇവിടെ ഞാൻ മാനസാന്തരപ്പെട്ട് മതിയാകും. എനിക്ക് അവിടേക്ക് ഒരു പ്രവേശനം വേണമെങ്കിൽ ഐ നീഡ് ടു ചേഞ്ച്. പക്ഷെ ഇവിടെ തന്നെ റിസ്റ്റോറേഷൻ ഉണ്ട്. ഇവിടുത്തെ വ്യക്തി ജീവിതത്തിൽ റിസ്റ്റോറേഷൻ ഉണ്ട്. ഇന്നൊരു താൽക്കാലിക റെസ്റ്റോറേഷൻ ഇവിടെ നടക്കും. അതൊന്ന് കാണേണ്ടതിന് യെരമ്യാ 1 വായിച്ചോ, 30:17. അവർ നിന്നെ ഭ്രഷ്ടയെന്നും, അവർ നിന്നെ വിളിക്കുന്നത് ഭ്രഷ്ട എന്നാണ്. എന്റെ വീട്ടിൽ കയറരുത്, കാണാൻ ഇഷ്ടമില്ല. എന്റെ അടുത്ത് വരരുത്, കേൾക്കാൻ ഇഷ്ടമില്ല. പകർച്ചവ്യാധി ഉള്ളതിനെ അകറ്റി നിർത്തുന്നത് പോലെ, വൃത്തികെട്ടതിനോട് ഒഴിവായി നിൽക്കുന്നത് പോലെ ഭ്രഷ്ട എന്ന് ലോകം വിളിച്ചുകൊണ്ട് കാണുന്നവർ മുഖം മറച്ചു പോകുന്ന സമ്പ്രദായത്തിൽ ജീവിക്കുന്ന ദൈവമൈതലേ, താങ്കളോട് പറയുകയാണ്, അവർ നിന്നെ ഭ്രഷ്ട എന്ന് പറയുന്നെങ്കിൽ വായിച്ചു, ആരും തിരിഞ്ഞു നോക്കാത്ത സിയോൻ എന്നും വിളിക്കൊണ്ട് ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച്. നിൽക്കട്ടെ. കൊച്ചുഞ്ഞുദേശി പണ്ടിരിക്കുന്ന ഒരു പാട്ട് എഴുതിയപ്പോൾ, ആരും സഹായമില്ല, എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ എന്ന് പറയുവാൻ ഒരു കാരണം ഉണ്ടായിരുന്നു പോലും. ഞാൻ കേട്ടിട്ടുള്ള കഥ 100% എനിക്ക് അതിൻ്റെ ക്ലാരിറ്റി ഇല്ല. അദ്ദേഹം ഒരു രോഗിയായി മാറുകയും ആവശ്യങ്ങളുടെ നടുവിൽ ആരുടെയെങ്കിലും സഹായം വേണ്ടി വരുന്ന ഇടത്ത്, എന്ന് പറഞ്ഞാൽ കണ്ടാൽ സഹായിക്കണം, അറിയാവുന്നയാളാ, അതുകൊണ്ട് കാണാതിരിക്കാൻ ആളുകൾ താല്പര്യപ്പെട്ട ഇടത്ത് കൊച്ചുഞ്ഞുദേശി ചൊറിയുമൊക്കെ പിടിച്ച് ചൊറിഞ്ഞ്, തൻ്റെ ശരീരമെല്ലാം പൊട്ടിയളിഞ്ഞ് ചൊറിഞ്ഞ് തൻ്റെ വീടിൻ്റെ മുമ്പിൽ വന്നിരിക്കുമ്പോൾ, പണ്ട് വളരെ സ്നേഹത്തോടെ വന്ന് കുമ്പിട്ട് നിൽക്കുന്ന ആളുകൾ, ആ റോഡെ നടന്നു പോയവർ കൊട കൊണ്ട് അങ്ങേരി കാണാതെ മുഖം മറച്ചു പോയപ്പോൾ എഴുതിയ പാട്ടാണെന്നാ പറയുന്നത്. പണ്ട് കൂട്ടുകാരായിരുന്ന പലരും കണ്ടും കാണാതെയും പോയിടുമ്പോൾ എനിക്ക് വേണ്ടി കരുതുന്ന ഒരുത്തൻ ഉയരത്തിലുണ്ടെന്ന്. ഒക്കെ അത് കൊച്ചുഞ്ഞുദേശിയുടെ കാര്യം. എൻ്റെ കർത്താവിന് പറയാനുള്ളത്, ഇതിനകത്തിരിക്കുന്ന ചിലരെ നാട്ടുകാർ വിളിക്കുന്നത് അതാ ഭ്രഷ്ട എന്ന് പറഞ്ഞതുകൊണ്ട്, ആരും കാണാൻ ഇഷ്ടപ്പെടാത്ത സിയോൻ എന്ന് പറഞ്ഞതുകൊണ്ട് തമ്പുരാൻ പറഞ്ഞു, എനിക്ക് ചൂടായി. എന്റെ കുഞ്ഞുങ്ങളിൽ ഒന്നിനെ അങ്ങനെ നിഷേധിച്ചാൽ, എന്റെ കുഞ്ഞുങ്ങളിൽ ഒന്നിനെ അങ്ങനെ അപമാനിച്ചാൽ, ഒരപ്പൻ എന്ന സ്ഥാനത്ത് എനിക്ക് വേദന ഉള്ളതുപോലെ എന്റെ പിതാവിന്റെ കോപം ജ്വലിച്ചു. എന്റെ ദൈവത്തിന്റെ ആർദ്രതയിൽ, കരുണയിൽ സിയോനേ വായിച്ചു, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച്. ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. ഇന്ന് മാനസാന്തരപ്പെടുവാൻ, ദൈവസന്നിധിയിൽ മാന്യമായി മടങ്ങി വരുവാൻ താല്പര്യമുള്ള ദൈവമതിലെ ദൈവത്തിന്റെ കൽപ്പന, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിച്ച്. വേറൊരുത്തനെ കൊണ്ട് സത്യം ചെയ്യാനില്ലായികയാൽ തന്നെ കൊണ്ട് സത്യം ചെയ്തവൻ പറഞ്ഞു, ഞാൻ. ആ വാക്കിന് ഒരു ഭയങ്കര വിലയാ. ഒരു വാക്കുകൊണ്ട് ഈ അണ്ടകടാഹത്തെ സൃഷ്ടിച്ച ഞാൻ, ഒരു വാക്കുകൊണ്ട് ചെങ്കടൽ പിളർന്നു മാറ്റിയ ഞാൻ, നക്ഷത്രങ്ങൾക്ക് പേരിടുന്ന ഞാൻ, വലിയവരിൽ വലിയവൻ, ശ്രേഷ്ഠന്മാരിൽ ശ്രേഷ്ഠൻ, മറ്റൊരുത്തനും ഉപമ പറയുവാനില്ലാത്തവൻ ഞാൻ, നിന്റെ. ബഥേലിലെ കുറെ പേരുടെ എന്നല്ല, ഞങ്ങളുടെ വീടിലെ അംഗങ്ങളുടെ എന്നല്ല, ഇറ്റ്സ് എ വ്യക്തിപരമായ കോള. നിന്റെ ഇതിനകത്തിരിക്കും ദൈവബദലേ, നിന്റെ. അതേ കർത്താവേ, എന്റെ പിതാവേ, എന്റെ മുറിവുകൾ, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും. പിന്നെ നിനക്ക് ആരോഗ്യം വരുത്തുമെന്ന് യഹോവയുടെ അരുളപ്പാട്. ഇന്ന് തളർന്നുപോയി അല്ലേ? ഞാൻ തളർന്നുപോയി. ഞാൻ നിനക്ക് ആരോഗ്യം തരും. എന്റെ ദൈവമേ, ആ വാഗ്ദത്തത്തിനായി സ്തോത്രം. ഇറ്റ്സ് എ പേഴ്സണൽ മിനിസ്ട്രേഷൻ. ദൈവവചനമല്ലേ, ക്രമീകരണം ഏറ്റെടുക്കുന്ന ദൈവവചനേ, ഈ വചനം സൗഖ്യമാക്കുന്നതാ. ഞാൻ എന്റെ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം മുറിവുള്ള ഇടത്തേക്ക് മാറട്ടെ. ഇന്ന് പകൽ ദൈവത്തിന്റെ വചനം ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് മാറട്ടെ. ഞാൻ തന്റെ വചനം അയക്കും. ഓ ഗോഡ്, മുറിവുകളെ കെട്ടി. പിന്നെ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ യാക്കോബിൻ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. ദൈവമേ, യാക്കോബിന്റെ കൂടാരങ്ങളുടെ പ്രവാസം മാറ്റി. പ്രവാസത്തിൽ പോകുന്നവർ താമസിക്കുന്നെങ്കിലും യാതൊരു സുരക്ഷിതത്വമില്ല. അവർക്കറിയാം ഇത് എന്റെ അല്ല, ഇറ്റ്സ് ഫോർ മിനിറ്റ്. ഇന്ന് സ്വന്തം വീടുകളിലാണെങ്കിലും പ്രവാസത്തിൽ എന്ന പോലെ കഴിയുന്നവർ, യാതൊന്നിനും അർഹതയില്ലാത്തവർ, യാതൊന്നിനും കരുത്തില്ലാത്തവർ, ഞാൻ ഇവിടെ ഒരു പരദേശി എന്ന് പറയുന്നത് പോലെ ജീവിക്കുന്ന ചിലതിനോട് ഇന്ന് പകൽ പ്രപഞ്ചത്തിന്റെ യജമാനന് പറയാനുണ്ട്,
മലയാളത്തില് നിനക്കതിന് അതോറിറ്റി ഉണ്ടോ, റൈറ്റ് ഉണ്ടോ എന്ന് ചോദിക്കാൻ നമ്മൾ ചിലരോട് ചോദിക്കും ചെയ്ത് തന്നെ നിന്റെ അപ്പം കണ്ട വക വല്ലതും ആണോ? എൻ്റെ അപ്പം കണ്ടതാന്ന് പറയുന്നവന് നിന്റെ തൻ്റെ ഇടമുണ്ട്. ഈ പ്രപഞ്ചത്തിന്റെ യജമാനൻ പറയുകയാ, നിന്നെ പ്രവാസിയെ പോലെ കണക്കാക്കുന്നു, ഞാൻ നിന്നെ പാർപ്പിക്കാൻ പോവാ, ഞാൻ നിന്റെ അവസ്ഥ മാറ്റാൻ പോകാ. ഭൂമിയും അതിന്റെ പൂർണ്ണതയും യഹോവയ്ക്കുള്ളതാകയാൽ ഭൂതലയും അതിലെ നിവാസികളും എന്റെ ദൈവത്തിനുള്ളതാകയാൽ ഇന്ന് മകൻ യജമാനം പറയുകയാ, ഞാൻ നിന്നെ പാർപ്പിക്കാൻ പോകുകയാ, ഞാൻ നിന്റെ ദുഃഖം മാറ്റാൻ പോകാ. അനുതാപത്തോടെ അടുത്തു വരുന്ന ദൈവവേദനെ തമ്പുരാൻ അതിന്റെ മീതെ എഴുന്നേക്കാൻ പോകുകയാ. എന്റെ കർത്താവ് കാത്തിരിക്കുകയാ. ഇസ്രായേലിന്റെ പരിപാലകൻ, മയങ്ങാത്തവൻ, ഉറങ്ങാത്തവൻ, തന്റെ ജനത്തിന് വേണ്ടി ജാഗരിക്കുന്നവൻ പറയുകയാ, ഞാൻ നിന്റെ മുറിവുകളെ പൊറുപ്പിക്കും, ഞാൻ നിന്റെ പ്രവാസം മാറ്റും. വായിച്ചു. പ്രവാസം മാറ്റി അവന്റെ നിവാസങ്ങളോട് കരുണ കാണിക്കും. നഗരം അതിന്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും. നിക്കട്ടെ, നഗരം അതിന്റെ, വായിച്ചു ഒന്നുകൂടെ, നഗരം അതിന്റെ കൽക്കുന്നിന്മേൽ പണിയപ്പെടും. ഈ നഗരം പൊളിച്ച് ശത്രു കൽക്കുന്നാക്കി മാറ്റിയെങ്കിൽ തമ്പുരാൻ പറഞ്ഞു, നീ പറഞ്ഞ കൽക്കുന്നിന്റെ മേൽ ഞാൻ ഇത് പണിയപ്പെടാം. തകർന്നുവെന്ന് തോന്നുന്ന വ്യക്തിത്വമേ, the Lord is speaking to you. താങ്കളോട് ദൈവം ഇടപെടുകയാ. എന്റെ ജീവിതം പൊളിഞ്ഞെന്ന് പറയുന്ന ജീവിതമേ, ഞാനൊരു കൽക്കുന്നേലായി എന്ന് പറയുന്ന ജീവിതമേ, 10 വർഷമായി, 5 വർഷമായി, 2 വർഷമായി, 20 വർഷമായി, 50 വർഷമായി എന്റെ ജീവിതം പൊളിഞ്ഞെന്ന് പറയുന്ന വ്യക്തിയെ, ആ കൽക്കുന്നിന്റെ മേൽ, ഓ ഗോഡ്, ആ തകർച്ചയുടെ മേൽ, ആ പൊളിഞ്ഞതിന്റെ മേൽ ഞാൻ പണിയും. നഗരം അതിന്റെ കൽക്കുന്നുകളിൽ മേൽ പണിയപ്പെടും. മുന്നോട്ട് മാറുക, സമയമായി. യോവേൽ 2:25. ഞാൻ നിങ്ങളുടെ ഇടയിൽ അയച്ചിരിക്കുന്ന എന്റെ മഹാസൈന്യമായ വെട്ടുക്കിളിയും വിട്ടിലും തുള്ളനും പച്ചപ്പുഴും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് വേണ്ടി ഞാൻ നിങ്ങൾക്ക് പകരം നൽകും. ഞാൻ നഷ്ടപ്പെട്ട സംവത്സരങ്ങൾക്ക് പകരം നൽകും. ഞാൻ ഈ ദിവസങ്ങളിൽ അതിനുവേണ്ടി പ്രാർത്ഥിക്കാൻ പോവാ. വയസ്സ് 66 ആകുന്നു. എല്ലാ വർഷവും ഒരുപോലെ പ്രൊഡക്റ്റീവ് ആയിരുന്നു എന്ന് വെച്ചാൽ അല്ല, അവിടെ ഇവിടെയൊക്കെ ഏറ്റക്കുറച്ചിലുണ്ട്. തീർത്തു ഒരു വർഷം പിശാച് ബോംബിട്ട് കളയാൻ തമ്മിൽ സമ്മതിക്കാഞ്ഞുകൊണ്ട് സ്തോത്രം. പക്ഷേ പ്രവർത്തിക്കാൻ നിവൃത്തിയില്ലാതെ പോയ അനേക സാഹചര്യങ്ങളുണ്ട്. വെട്ടിക്കളി തിന്നതുണ്ട്, തുള്ളൻ കൊണ്ടുപോയതുണ്ട്. ഈ വാഗ്ദത്തത്തെ ഞാൻ മുറുകെ പിടിക്കുക. ഇന്ന് രാത്രി ചിലരുടെ, ഇന്ന് പകൽ ചിലരുടെ പിടിച്ചു. വെട്ടിക്കളി തിന്നു കളഞ്ഞതും തുള്ളൻ നശിപ്പിച്ചതും ജീവിതത്തിൽ സന്തോഷത്തോടെ കഴിയേണ്ട 1 വർഷം, 2 വർഷം, 10 വർഷം, 5 വർഷം, 5 ദിവസം, ഒരാഴ്ച, 1 മാസം തന്റെ ദുഃഖത്തിൽ ആണ്ടുപോയി. എന്റെ കർത്താവ് പറയുകയാ, മടങ്ങി വാ, ഞാനതിന് പകരം തരാം. സമയം തിരിച്ചു തരുന്ന ദൈവം, ഓ, സമയത്തിന് കോമ്പോസിഷൻ തരുന്ന ദൈവം, ഞാൻ നിനക്ക് തിരിച്ചു തരാം. ഒടുവിൽ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിൽ, ഒടുവിൽ ഇവിടെ പണിയാനുള്ളത് മൊത്തം പണിതേച്ച്, ഇവിടെ ചെയ്യാനുള്ളത് മുഴുവനും ചെയ്തേച്ച് അടുത്ത നിത്യതയിലും കൂടെ ഞാൻ എത്തിക്കാം. ഞാൻ ഈ ഭൂമിയിലും നിത്യതയിലും ഒരുപോലെ വിശ്വസിക്കുന്നു. ഇത് രണ്ടും ഒരുപോലെ യാഥാർത്ഥ്യമാണ്. ചിലർ പറയാറുണ്ട് ഇവിടെ അങ്ങ് കഷ്ടപ്പെട്ട് മാത്രം നടന്നേച്ച് നിത്യത ചെന്ന് അനുഭവിക്കാമെന്ന്. വേറെ ചിലർ പറയുന്നുണ്ട് നിത്യത വരുന്നിടത്ത് കാണാം, ഇവിടെ ഒന്ന് ചൊവ്വ ജീവിക്കാമെന്ന്. ഇത് രണ്ടും കൂടെ ചേർത്ത് വിശ്വസിക്കുവാൻ പദവി ലഭിച്ചവർക്കായി എന്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഇവിടെ ഞാൻ ദൈവത്തിന്റെ നന്മ കാണും, അവിടെ ഞാൻ ദൈവത്തോട് കൂടെ നന്മയിൽ വാഴും. പരിശുദ്ധാത്മാവ് ചിലർ ഇടപെട്ടതിനായി സ്തോത്രം, എന്നോട് ഇടപെട്ടതിനായി സ്തോത്രം. ഒടുവിൽ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും ഞാൻ നിങ്ങളെ കൊണ്ട് പാർപ്പിക്കും. ഇവിടെ തരേണ്ടത് ഞാൻ ഇവിടെ തരും. എന്നാൽ നമ്മുടെ ഭാഗത്ത് ചെയ്യേണ്ടത് മാനസാന്തരപ്പെടുക. മാനസാന്തരം ആവശ്യമുള്ള ഇടത്ത് മാനസാന്തരപ്പെടുക. ധനികനായിരുന്ന മനുഷ്യന് ഒരുപാട് നന്മകൾ പറയാനുണ്ടായിരുന്നെങ്കിലും ഇതൊന്നും അല്ല അയാളെ ദൈവത്തോട് അടുപ്പിച്ചില്ല, നഷ്ടപ്പെട്ടു. അയാളുടെ ദാനധർമ്മങ്ങൾ, അയാളുടെ പ്രാർത്ഥന, അയാളുടെ വീട്ടിൽ പ്രാർത്ഥന നടത്തിയത്, അയാളുടെ വീട്ടിൽ സാക്ഷിയോഗം വെച്ചത്, അയാൾ സാധുക്കളെ സ്നേഹിച്ചത്, ഇതിന്റെ എല്ലാം കൂടെ ആകത്തുക മാനസാന്തരപ്പെടാൻ ആ മനുഷ്യൻ നരകത്തിൽ ചെന്ന് കിടക്കുക. എന്നാൽ ഇന്ന് മാനസാന്തരപ്പെടുന്നത് യോഹേദിലെ ഇവിടെയും അവിടെയും ഒരുപോലെ തരുവാൻ കഴിയുന്ന ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. മാനസാന്തരം എന്ന വാക്കിന്റെ അർത്ഥം കേവലം ഒരു പദമെന്നല്ല, അതിന്റെ പ്രവൃത്തികളാൽ അത് വെളിയിൽ വരയണം. മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ക്കുവാൻ ഇന്ന് എന്റെ ജീവിതം കർത്താവേ
തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നുവെന്ന് പറയുന്നവർ രാവിലെ ദൈവം അവന്റെ ഹൃദയത്തിലെ പ്രേരണ തന്നതുകൊണ്ട് ഇറ്റ്സ് നോട്ട് ഫോർ എവരിബഡി. ചിലരുടെ ഹൃദയത്തിൽ കുത്തുകൊണ്ടിട്ടുണ്ട്. ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കുമെന്നൊരു തീരുമാനം ഇതുവരെ എടുത്തിട്ടില്ലാത്തവർ, ഇന്ന് വരെ അങ്ങനെ ഒരു തീരുമാനം ഇല്ലാത്തവർ, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കും എന്ന് വാഗൊണ്ട് ഇതുവരെ യേശുവിനോട് ഏറ്റു പറഞ്ഞിട്ടില്ലാത്തവർ, അല്ലെ പരസ്യമായ ഒരു സാക്ഷിയായിട്ടില്ലാത്തവർ, ഇന്ന് ജീവിതത്തിൽ ആദ്യമായി അങ്ങനെ ഒരു അവസരം എടുക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ 2-3 മിനിറ്റുകൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കും. എല്ലാ കണ്ണുകളും ആദ്യം ഒന്ന് അടയാം. കർത്താവേ, അങ്ങ് തന്ന ദൈവാലോചന മായം ചേരാതെ പറയുവാൻ ഈ പകൽ തന്ന കരുണയ്ക്കായി സ്തോത്രം. യേശുവിനെ രക്ഷകനെന്ന് ജീവിതത്തിൽ അംഗീകരിക്കുവാൻ ഇതുവരെ അവസരം ലഭിച്ചിട്ടില്ലാത്ത, ഞാൻ മാനസാന്തരപ്പെടുന്നുവെന്ന് പരസ്യമായി പറയുവാൻ കഴിഞ്ഞിട്ടില്ലാത്ത ആരെങ്കിലും ഒരു പക്ഷേ എൻ്റെ ശബ്ദപരിധിക്കുള്ളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റർനെറ്റിന്റെ ഏതെങ്കിലും ഒരു ടെർമിനലിലോ ഈ പകൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നെങ്കിൽ, യേശുവേ, ആ വ്യക്തിയോട് ഇടപെടുവാൻ ഇന്ന് കർത്താവ് വേർതിരിച്ചതിനായി സ്തോത്രം. വെളുപ്പിനെയോ പാതിരാത്രി കഴിഞ്ഞു ബേഥേലിനോടൊപ്പം ആരാധിക്കേണ്ടതിന് ഓട് ടൈമിംഗ് ആണെങ്കിൽ പോലും സമയം വേർതിരിച്ചിരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഇന്ന് പകൽ താങ്കളോട് ആ ദൈവം ഇടപെട്ടതെങ്കിൽ നിങ്ങളുടെ കമ്പ്യൂട്ടർ ടെർമിനലിന്റെ മുമ്പിൽ, നിങ്ങളുടെ സ്ക്രീനിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഈ സമയം ദൈവവുമായി പ്രതിഷ്ഠ ചെയ്യണം. ഇതിനകത്തിരിക്കുന്നതിൽ ആരെങ്കിലും ഒരു വ്യക്തി ദൈവസന്നിധിയിൽ അങ്ങനെ പ്രതിഷ്ഠ ചെയ്യാൻ ആഗ്രഹിക്കുന്നെങ്കിൽ, ഇതിനു മുമ്പ് എനിക്ക് അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഉപയോഗിച്ചിട്ടില്ല, ഇന്ന് ഈ ദൂത് ഗൗരവമായിരുന്നതിനാൽ, അതിന്റെ ആഴം ഞാൻ മനസ്സിലാക്കിയതിനാൽ, ഇതാ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുവാനുണ്ടെങ്കിൽ, അങ്ങനെയുള്ളവർക്ക് ഒരു അവസരമാണ്. അങ്ങനെ ആരുണ്ട്? അങ്ങനെയുള്ളവർക്ക് അവരുടെ ഒരു കരമുയർത്താം. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഇതിനകത്ത് ഇതുവരെയും യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം വേർതിരിച്ചിട്ടില്ല, അങ്ങനെ ഒരു പ്രതിഷ്ഠ പരസ്യമായി എടുത്തിട്ടില്ല. ഇന്ന് ഞാൻ ആ പ്രതിഷ്ഠ എടുക്കാൻ ആഗ്രഹിക്കുന്നു പറയുവാൻ ഇതിനകത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ അവസരമാണ്. ദയവായി അങ്ങനെയുള്ളവർ ഉണ്ടെങ്കിൽ അവരുടെ കരമുയർത്തിയാലും. എനിക്കറിയാം, ഞാനൊരു വിശുദ്ധ സഭായോഗത്തിലാണ് ശുശ്രൂഷിക്കുന്നത്. ഇതിനകത്തിരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമായേക്കാം. എന്നാൽ ഒരൊറ്റ വ്യക്തിയെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ, ഐ ഡോണ്ട് വാണ്ട് ടു ടേക്ക് എ റിസ്ക്. ആ ഒരു എലിമെന്റ് കവർ ചെയ്യേണ്ടതിന് ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവരുടെ കരം ഉയർത്തിയാൽ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കരം ഉയർത്തുന്നവരെ എനിക്ക് വ്യക്തമായി കാണാൻ ഒക്കുന്നില്ല, കർത്താവ് കാണുന്നതുകൊണ്ട് സ്തോത്രം. ഇനി ആരുണ്ട്? അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരം ഉയർത്താം. ഞാൻ അവരോടൊന്ന് ആവശ്യപ്പെടട്ടെ. ഐ റിക്വസ്റ്റ് യു, ഒന്ന് എഴുന്നേറ്റുന്നില്ല, ഞാനും കൂടെ കണ്ടു പ്രാർത്ഥിച്ചോട്ടെ. ഇനിയും ആരെങ്കിലും ഉണ്ടോ യേശുവിന് വേണ്ടി ഞാൻ എൻ്റെ ജീവിതം പ്രതിഷ്ഠിക്കുന്നെന്ന് പറയുവാൻ? ഇതിനു മുമ്പ് ഒരിക്കലും അങ്ങനെ ഒരു അവസരം കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, ഇനിയും ഇതിനു മുമ്പ് ഒരു അവസരം അങ്ങനെ ഉപയോഗിക്കാഞ്ഞവരുണ്ടെങ്കിൽ, ഇറ്റ്സ് യുവർ ടൈം. ആ എഴുന്നേറ്റ് നിൽക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുഞ്ഞുങ്ങളെ ലവ് യു, ദയവായി നിങ്ങൾ മുൻപിലേക്ക് വാ. ലെറ്റ് us pray for you. നിങ്ങളുടെ ജീവിതം പുതുതാക്കുമ്പോൾ പ്ലീസ് കം ഫോർവേഡ്. ഇതൊരു ഭയങ്കര പ്രിവിലേജാ, 5 വൻകരകളിൽ നിന്ന് ദൈവമക്കൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാ. 5 വൻകരകളിൽ നിന്ന് ഈ സമയം ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന സമയമായത്. ദോസ് ഓൺ ദ ഇന്റർനെറ്റ്, കം ഓൺ, മുമ്പിൽ വാ. എഴുന്നേറ്റവർ ദയവായി ഇനി മുൻപിൽ വാ. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. പാസ്റ്റേഴ്സ്, കം ഇൻ ദ ഫ്രണ്ട്. എന്തോ ഇന്ന് രാവിലെ ഈ വിഷയം എടുക്കാൻ പരിശുദ്ധാത്മാവ് എന്നോട് ആവശ്യപ്പെട്ടു. ഇന്ന് പകൽ ദൈവത്തിന് ആരെയോ തൊടാനുണ്ട്. കം ഇൻ ദ ഫ്രണ്ട്. നിങ്ങൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കട്ടെ. ലോകത്തിൽ അനേകർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സഭയായി ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഇന്ന് ജീവന്റെ പുസ്തകത്തിൽ നിങ്ങളുടെ പേര് സ്വർഗത്തിലെ ദൈവം എഴുതി വെക്കുകയാ. യുഗങ്ങളുടെ പാറയായവൻ, നമുക്ക് വേണ്ടി കാൽവരിയിൽ മരിച്ചവൻ, മരിച്ച രക്തത്തിന്റെ വിലകളായി ഇന്ന് നിങ്ങൾ വീണ്ടെടുക്കപ്പെട്ട് കഴിഞ്ഞു. എളുപ്പമാ. ഓരോരുത്തരുടെ കൈ വെച്ചു. ആരെങ്കിലും ഈ സമയത്ത് തീരുമാനം എടുത്തിട്ടില്ലാത്തവരുണ്ടോ? കം ഫോർവേഡ്, ഇറ്റ്സ് എ ടൈം. പരിശുദ്ധാത്മാവ് നിങ്ങളോട് ആവശ്യപ്പെടുകയാണ്. ഞാൻ പറഞ്ഞു, ഇതൊരു സഭായോഗമാണ്. ഇതിനകത്ത് വരുന്നവരൊക്കെയും രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരുമാകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഒരു റിസ്ക് എടുക്കാൻ താല്പര്യപ്പെടാത്തതിനാൽ ഇന്ന് പരിശുദ്ധാത്മാവ് ഇടപെട്ടതാകയാൽ, തമ്പി ബ്രദർ രണ്ടുപേരുടെ അദ്ദേഹം കൈവെക്കാൻ പറ. ഇങ്ങോട്ട് ലാസ്റ്റ് 2 പേരെ എടുത്ത് അവിടെ തന്നെ നിന്നു. അങ്ങേരോട് പറ 2 കൈയും 2 പേരുടെ തലയിൽ വെക്കാൻ പറ. 2 പേരുടെ തലയിൽ കൈവെക്കാൻ പറ. ഓക്കെ, കൈ വെച്ചു. കർത്താവേ, ഈ മുൻപിലേക്ക് വന്നവരെ ഈ സഭയായി ഞങ്ങളും ചേർന്ന് ഞങ്ങളോടൊപ്പം ആരാധിക്കുന്ന ദൈവമക്കളും ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു. ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതി ചേർക്കുവാൻ യേശുവിന്റെ വകയെന്ന്
ഇന്ന് മുതൽ ഇവർ പറയുവാൻ, ഇവരുടെ ജീവിതത്തിൽ ഈ പരസ്യ തീരുമാനമെടുക്കുവാൻ കൊടുത്ത കൃപയ്ക്കായി നന്ദി. ഇവരുടെ ജീവിതം യേശുവിന്റെ കൈകളിൽ ഏൽപ്പിക്കുന്നു. ആ രക്തം ഇവരുടെ മേൽ വീണതിനായി നന്ദി. ദൈവകൃപ ഇവരുടെ മേലിരിക്കണേ. ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. അങ്ങയുടെ നാമം വാഴ്ത്തപ്പെടട്ടെ. യേശുവേ, അങ്ങയുടെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഭൂലോകത്തെക്കാൾ അധികം വിലയുള്ള ഈ ആത്മാക്കളെ ഇന്ന് തിരുമുമ്പിൽ നിർത്തുവാൻ സഭയ്ക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. മഹത്വം മുഴുവൻ അങ്ങേക്ക് യേശുവിന്റെ നാമത്തിൽ തന്നെ. കുഞ്ഞുങ്ങളെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദയവായി നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് വെക്കൂ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ. ദയവായി നിങ്ങളുടെ സ്ഥാനങ്ങളിലേക്ക് വെക്കൂ. സ്വർഗത്തിലെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ഡീറ്റെയിൽസ്, കോൺടാക്ട്സ് കിട്ടുമെങ്കിൽ സഭ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. തുടർന്ന് ഞാൻ ഒരു പ്രാവശ്യം കൂടെ പൊതുവിൽ പ്രാർത്ഥിച്ച് നിർത്താൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ദയവായി ഒന്ന് എഴുന്നേക്കാമോ? എല്ലാവരും ഒന്ന് എഴുന്നേക്കാമോ? കർത്താവേ, ഇന്ന് ഞങ്ങളോട് ഇടപെട്ട ദൈവിക ആലോചനകളുടെ വലിപ്പത്തിനായി നന്ദി. യേശുവിന്റെ ബലമുള്ള നാമത്തിൽ ഇന്ന് ഞങ്ങളോട് ഇടപെട്ട ദൈവിക ആലോചനകളുടെ വലിപ്പത്തിനായി നന്ദി. അരിഷ്ടയും കൊടുങ്കാറ്റിനാൽ അടിക്കപ്പെട്ടവളും ഭൂമിയിൽ ആശ്രയമില്ലാത്തവരുമായ ഇന്നും മനസ്സന്തരപ്പെട്ട് തിരുസന്നിധിയിൽ വരുന്ന അങ്ങയുടെ കുഞ്ഞുങ്ങളെ അഞ്ജനത്തിൽ പേരെഴുതി കാക്കുന്ന, പത്മരാഭം കൊണ്ട് അടിത്തറയിട്ട് പണിയുന്ന വലിയവന്റെ കരങ്ങളിൽ ഇന്നുവരെ ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സഭയെ ഏൽപ്പിക്കുന്നു. തവേ, ഞങ്ങളുടെ ജീവിതത്തിന്റെ ബലഹീനതകളിൽ സഹതാപപൂർവ്വം ഞങ്ങളെ കാണുന്ന ദൈവമേ, ഞങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ച ദൈവമേ, ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. കൃപയുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വലിയവന്റെ കരങ്ങളിലേക്ക് തരുന്നു. സകല മഹത്വവും അങ്ങേക്കാകട്ടെ. സമാധാനത്തോടെ ഞങ്ങളുടെ ജനത്തെ പറഞ്ഞയച്ചാലും അത് യേശുവിന്റെ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാകുന്ന ദൈവത്തിന്റെ കൂട്ടായ്മയും കാവലും സഹവാസവും നമ്മോട് ഓർത്ത് പ്രാർത്ഥിപ്പാൻ കടംപെട്ട എല്ലാ ആവശ്യത്തോടും കൂടെ ഇന്ന് മുതൽ എന്നേക്കും കർത്താവിന്റെ വരവ് വരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ.